നമുക്കെല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ ഇഷ്ടമാണ്. നമുക്കെല്ലാവർക്കും റിച്ച് ആവാൻ ഇഷ്ടമാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷേ ബ്ലോക്ക് എന്നുള്ളൊരു വാക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ വരാറുണ്ട്. Once we have transformed into the butterfly, we can never go back to that cocoon stage. നമ്മൾ കൊക്കൂണിലാന്ന് മനസ്സിലാവില്ല ഗോ ത്രൂ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജിൽ എന്താണ് ചക്രാസ്? നമുക്ക് ചില സമയത്ത് തോന്നും പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വി ഫീൽ ലോസ്റ്റ് സംടൈംസ്. സംതിങ് ഈസ് ഓഫ് ഇൻ മൈ ലൈഫ്, എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ ചക്രയിൽ ഇംബാലൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫിയർ അനുഭവപ്പെടും. എല്ലാത്തിനോടും ഭയം, എന്ത് ചെയ്യാൻ ഭയം, ആൾക്കാരോട് സംസാരിക്കാൻ ഭയം. സോ നമ്മൾ ഏത് ചക്രയിലാണോ പ്രശ്നമുള്ളത് ആ ഏരിയയിൽ നമുക്ക് ഫിസിക്കലി പ്രശ്നം ഉണ്ടാവും. അരയിന് താഴത്തോട്ടുള്ള കാലിൻ്റെ വേദന, വെരിക്കോസ് വെയിൻ, അങ്ങനത്തെ പ്രശ്നം. അതായത് ഇതിന് ഫിസിക്കൽ സിംറ്റംസും ഉണ്ട്, ലൈക്ക് അസുഖങ്ങൾ പോലെ. പിന്നെ നമുക്ക് ഷിബ്ല ലൈഫിൽ എന്തെങ്കിലും റിസീവ് ചെയ്യണമെങ്കിൽ ദാറ്റ് റിസെപ്റ്റിവിറ്റി ഈസ് ഹിയർ. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് ഓപ്പൺ ആക്കി വെക്കണം. യെസ്, വി ഹാവ് ടു ബി ഓപ്പൺ. ലൈഫ് നമുക്ക് കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള കാര്യങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി പവർഫുൾ ആൻഡ് അപ്പോളജൈസിങ് ആസ് വെൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ കബോർഡിൽ ഇഷ്ടംപോലെ ക്ലോത്ത്സ് ഉണ്ട്, പഴയ ക്ലോത്ത്സ്. ഇതൊന്നും പുറത്തോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പുതിയ ക്ലോത്ത്സിന് വരാനുള്ള സ്പേസ് ഇല്ല. ഫോണിൽ മെമ്മറി ഫുൾ എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഒത്തിരി നമ്മൾ ജനിച്ച മുതൽ ഇത്ര വരെയുള്ള സിറ്റുവേഷൻസും ഈ ഇമോഷൻസും ആൾക്കാരെയും ഒക്കെ കൂട്ടി വെച്ചിട്ട് പുതിയ എക്സ്പീരിയൻസസ് ഒന്നും വരാൻ സ്പേസ് ഇല്ല. നമുക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ലൈഫിൽ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഡീൽ ചെയ്യേണ്ടി വരിക. സോ വി ഷുഡ് ഹാവ് ദ കറേജ് ടു സ്റ്റാൻഡ് ഫോർ അവർ സെൽഫ് നോ മാറ്റർ വാട്ട്. വി ആർ നോട്ട് എ പഞ്ചിങ് ബാഗ് ഫോർ എനി വൺ. വി ഷുഡൻ ബി. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഏത് ചക്ര ബ്ലോക്ക് ആവുമ്പോഴാണ് ഏത് മാനിഫെസ്റ്റേഷൻ അതൊരു ബ്ലോക്കായിട്ട് വരിക, അങ്ങനെ പറയാൻ പറ്റും? Yeah, that's a beautiful question, Shibla. I think everybody would like to know. ഹലോ, വെൽക്കം ടു യു ഇൻ യു മൈൻഡ്ഫുൾ. നമ്മളെല്ലാ സമയത്തും ജനറലി മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ബ്ലോക്ക് എന്നുള്ള വാക്ക് വരാറുണ്ട്. നമുക്കെല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ ഇഷ്ടമാണ്. നമുക്കെല്ലാവർക്കും റിച്ച് ആവാൻ ഇഷ്ടമാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷേ ബ്ലോക്ക് എന്നുള്ളൊരു വാക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത് ജനറലി എന്നുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് അത് ചക്രാസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നതെന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ചക്രാസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള എനർജി എങ്ങനെയാണ് അതിനെ ക്ലീനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക, എങ്ങനെയാണ് അതിലേക്ക് ബ്ലോക്ക്സ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മളെ ലൈഫിൽ അത് എഫക്ട്സ് ആയിട്ട് വരുന്നത് എന്നൊക്കെയുള്ളത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്കും എനിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് അവസാനം വരെ കാണണം. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും എന്നുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ യു ഇൻ യുയിൽ ഉള്ളത് ഹോളിസ്റ്റിക് യോഗ ഹീലർ സോനു വിജയകൃഷ്ണനാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. Thank you so much for having me here today. How are you, Shibla? I'm good. How are you? I'm doing great. നമ്മളെപ്പോഴും പറയല്ലോ, ബ്രേക്കായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹീലിങ്ങിലേക്ക് വരുന്നത്. അതായത് ഒരു തവണ അല്ലെങ്കിൽ പല തവണ നമ്മൾ ബ്രേക്കായി പിന്നെയാണ് നമ്മൾ ഹീലിംഗ് എന്നൊക്കെയുള്ളൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ ലൈക്ക് ഇപ്പം ജനറലി പറയുകയാണെങ്കിൽ എന്ത് ലൈഫ് എക്സ്പീരിയൻസ് കൂടെ ഗോ ത്രൂ ചെയ്തിട്ടായിരിക്കും ദറ്റ് യു റീച്ച്ഡ് ഹിയർ? ഐ മീൻ, സി ഷിബ്ല, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്ക് ലൈഫിൻ്റെ ഫെയർ ഷെയർ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ലൈഫിൽ ഓരോ കാര്യങ്ങളും ഗോ ത്രൂ ചെയ്യണം. അതേപോലെ തന്നെ ലൈഫിൻ്റെ ഓരോ ലെസൺസ് ആയിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. വാട്ട് എവർ ഐ ഹാവ് ഗോൺ ത്രൂ, ഞാൻ വിചാരിച്ചു അത് ഓ മൈ ഗോഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ ലൈഫ് എന്ന് വിചാരിച്ചൊരു ടൈം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും ടേക്ക് ഡേ ബൈ ഡേ, ഓരോ ദിവസവും നമ്മൾ ജീവിച്ച് ഫ്രണ്ടിലോട്ട് ചെറുതായിട്ട് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പിന്നെ ഇപ്പം തിരികെ നോക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസസൊക്കെ നെസസറി ആയിരുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. സോ അതുതന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വാട്ട് വി ആർ ഗോയിങ് ത്രൂ റൈറ്റ് നൗ, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ലൈഫ്. Just push through, take everything day by day, and as you go further, തിരികെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലെസൺസ് ഒക്കെ നമുക്ക് നെസസറി ആയിരുന്നു.
ഇപ്പോൾ ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. എന്താ പറയുക, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞാനും സ്ട്രഗിൾ ചെയ്തു. പിന്നെ ഷിബ്ല പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫർമേഷൻ നടക്കണമെങ്കിൽ യുനോ നമ്മളുടെ അത്ര നാളുണ്ടായിരുന്ന ബിലീഫ് സിസ്റ്റവും പാറ്റേൺസും ഒക്കെ അങ്ങ് ബ്രേക്ക് ചെയ്യും. നമ്മളുടെ കോർ ഐഡൻറ്റിറ്റി, നമ്മൾ വിശ്വസിച്ചിരുന്ന ഹൂ യു വേർ, അത് ബ്രേക്ക് ചെയ്തിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് എ ബട്ടർഫ്ലൈ, കൊക്കോണിൽ നിന്നൊരു ബട്ടർഫ്ലൈ ആവില്ലേ, അതുപോലെയാണ്. വൺസ് വി ഹാവ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ബട്ടർഫ്ലൈ, വി ക്യാൻ നെവർ ഗോ ബാക്ക് ടു ദാറ്റ് കൊക്കോൺ സ്റ്റേജ്. നമ്മൾ കൊക്കോണിലാന്ന് മനസ്സിലാവില്ല ഗോ ത്രൂ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മളെ ലൈഫ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് പുതിയൊരു ന്യൂ സെൽഫിനെ ട്രാൻസ്ഫോം ചെയ്ത് പുതിയൊരാളായിട്ട്, പുതിയൊരു ബട്ടർഫ്ലൈ, പറക്കാൻ പറ്റുന്നൊരു ബട്ടർഫ്ലൈ ആക്കി വേണ്ടി മാറ്റും. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ കൊക്കോൺ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക. അധികം വൈകാതെ നമ്മളെല്ലാവരും ഒരു ബട്ടർഫ്ലൈ ആവാൻ വേണ്ടിയിട്ട്. യെസ്, നമ്മൾ ഇപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ബ്ലോക്സ്, ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എപ്പോഴും ആ ടോപ്പിക്സ് നമ്മുടെ ചക്രാസ് എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് വരാറുണ്ട്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പം നമ്മൾ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ എങ്ങനെയാണ് ഇത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജിൽ എന്താണ് ചക്രാസ്, അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറയാം. യെസ്. സോ ഷിബ്ല, നമുക്ക് ഫിസിക്കൽ ബോഡി ഉണ്ടല്ലേ, ഇറ്റ്സ് സംതിങ് വിച്ച് വി ക്യാൻ ടച്ച്, ഫീൽ ആൻഡ് എക്സ്പീരിയൻസ്. വി റൺ, വി ഗോ ടു ദ ജിം, വി ഡു എവറിത്തിങ്. നമുക്ക് ബോഡീനെ പറ്റി അറിയാം. വി ഹാവ് എ ഫിസിക്കൽ ബോഡി ഓർ വി കോൾ ഇറ്റ് ഗ്രോസ് ബോഡി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സിസ്റ്റം ഉണ്ട്. ആസ് എവറിബഡി നോസ്, വി ഹാവ് നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ, ഡൈജസ്റ്റീവ്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വി ഹാവ് അനദർ ബോഡി കോൾഡ് പ്രാണിക് ബോഡി. കാണാൻ പറ്റില്ല അത്. അപ്പോൾ നമ്മളതിനെ എനർജി സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഈ എനർജി സിസ്റ്റത്തിൽ 7 ചക്രാസ് ആണ് മെയിൻലി ആയിട്ടുള്ളത്. സോ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എനർജി സെൻറ്റേഴ്സ് എന്ന് പറയും. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും വയറിങ് പോയിട്ടുണ്ട് അല്ലേ, വയറിങ് പോയിട്ട് എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു സെൻറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രാണിക് ബോഡിയിൽ നമ്മൾക്ക് ഈ എനർജി, വൈറ്റൽ ഫോഴ്സ് ഉണ്ട്, പ്രാണ എന്ന് പറയും. അത് നമ്മളുടെ ബോഡി, ഈ പ്രാണയാണ് നമ്മളുടെ ബോഡിക്കും മൈൻഡിനും എനർജി, ഊർജം തരുന്നത്. ഓക്കെ. ലൈക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബൾബിനും എ സിക്കും ഫാനിനും ഒക്കെ എനർജി കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ പ്രാണിക് ബോഡിയിലുള്ള ഈ എനർജി നമ്മുടെ ബോഡിക്കും മൈൻഡിനും എനർജി തരുന്നത്. പക്ഷേ ഒരു ചെറിയ LED ബൾബിൽ ഒത്തിരി വോൾട്ടേജുള്ള എനർജി കൊടുത്താൽ എന്താ പറ്റുക, ഫ്യൂസ് ആയിപ്പോവും, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇനിയിപ്പോൾ എ സിക്ക് കൊടുക്കേണ്ടതായ ഇലക്ട്രിക് പവർ കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുക, ഇത് വർക്ക് ചെയ്യില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ്രാണിക് ബോഡിയിൽ ഈ എനർജി പ്രോപ്പറായിട്ട് കറക്റ്റ് ഓർഗൻസിലോ അല്ലെങ്കിൽ മൈൻഡിലോ എത്തേണ്ട അളവിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. സോ മെയിൻലി 7 ചക്രാസ് ഉണ്ട് നമ്മളുടെ ബോഡിയിൽ, ഫ്രം ദി ബേസ് ഓഫ് ദി സ്പൈൻ ടു ദി ടോപ്പ് ഓഫ് ദി ഹെഡ്. ഓക്കെ. അപ്പോൾ ഓരോ ചക്രയും ഗവേൺ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ്. അത് ഓവർ ആക്റ്റീവോ അണ്ടർ ആക്റ്റീവോ ആവാം. അത് ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പേഴ്സൺ അലൈൻഡ് ആണെന്ന് പറയണത്. ആ അലൈൻമെൻറ്റ് തെറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് തോന്നും, പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വി ഫീൽ ലോസ്റ്റ് സംടൈംസ്. സംതിങ് ഈസ് ഓഫ് ഇൻ മൈ ലൈഫ്, എന്തോ ഒരു പ്രശ്നം ഉണ്ട്, പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ആ ഒരു ഓഫ് ഫീലിംഗ് തോന്നുന്നത് ഈ ഒരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇംബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. സോ അതാണ് ബേസിക്കലി ചക്ര. എനർജി സെൻറ്ററാണ്. എനർജി ചാനൽസിനെ എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന പ്ലേസിനെയാണ് ചക്രാസ് എന്ന് പറയണം. സോ വി ഹാവ് 7 ഡിഫറെൻറ്റ് ചക്രാസ്. എന്ത് റീസൺസ് കൊണ്ടാണ് നമ്മുടെ ചക്രാസ് അണ്ടർ ആക്റ്റീവോ അല്ലെങ്കിൽ ഓവർ ആക്റ്റീവോ ആവുന്നത് നമ്മുടെ ലൈഫിൽ? അതായത് നമ്മുടെ എന്തെങ്കിലും ഹാബിറ്റ്സ് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അതോ ഇൻസ്റ്റെബിലിറ്റി കൊണ്ട്, എന്തുകൊണ്ടാണ് എപ്പോഴും ഇത് ബാലൻസ് ഇല്ലാണ്ട് ആയി പോകാനുള്ള റീസൺ? ഹാബിറ്റ്സ് കൊണ്ടാവാം, പ്ലസ് വൂണ്ടിങ്. ഇപ്പോഴാണ് ആ വേർഡ് വൂണ്ടിങ് എന്ന് വരണം. ഓക്കെ. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് വൂണ്ടിങ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഹോൾസം ആയിട്ടുള്ളൊരു ബേബി ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഔട്ട് സൈഡ് സർക്കംസ്റ്റൻസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലായിട്ട് മറ്റുള്ളവർ പ്രൊജക്റ്റ് ചെയ്ത് തരുന്ന വൂണ്ടിങ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ ഒരാൾ കളിയാക്കാണ്, അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലത് കൊണ്ടത് വൂണ്ടിങ് ആയി മാറാം. അതുപോലെ തന്നെ നമ്മളുടെ ഓൺ ചിന്താഗതികളും ജീവിത രീതികളൊക്കെ ഇതിന് ഇംബാലൻസ് ഉണ്ടാക്കാം. Say for example, I'll come into each chakras. Yeah.
7 ചക്രനെ പറ്റി വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് പറയാം. ദ ഫസ്റ്റ് ചക്ര ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ബേസ് ഓഫ് ദി സ്പൈൻ. അതിന് റൂട്ട് ചക്ര എന്നാണ് പറയുക. സാൻസ്ക്രിറ്റിൽ അതിന് മൂലാധാര ചക്ര എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ ചക്രയിൽ ഇംബാലൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫിയർ അനുഭവപ്പെടും. എല്ലാത്തിനോടും ഭയം, എന്ത് ചെയ്യാൻ ഭയം, ആൾക്കാരോട് സംസാരിക്കാൻ ഭയം, ഉള്ളിൽ ആവശ്യമില്ലാത്തൊരു ഭയം ഉണ്ടാവും. പിന്നെ ഭയങ്കര ആങ്ഷ്യസ് ഫീലിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വ്യാധി, അതായത് നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കേണ്ട സാഹചര്യങ്ങളാണെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര വ്യാകുലതയൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ദേ വോണ്ട് ഫീൽ സ്റ്റേബിൾ ഇൻസൈഡ്. ഉള്ളിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യില്ല, നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യില്ല. ഇപ്പോൾ സേഫ്റ്റി ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ബേസിക്കലി വൂണ്ടിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ വൂൺസ് ആണ് ഇതിൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നത്. കറക്റ്റ്. ഓക്കെ. അപ്പം നമ്മളെ ചൈൽഡ്ഹുഡിലൊക്കെ ഉള്ള എന്തെങ്കിലും എക്സ്പീരിയൻസസോ ഇന്നർ ചൈൽഡ് ഹീൽ ആവാത്തതോ ഒക്കെ കാരണമാണ് ഇതിൽ ഇംബാലൻസസ്. കറക്റ്റ്. കാരണം നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല ഈ വൂണ്ടിങ് വരുമ്പോൾ ഇത് എങ്ങനെ ഹീൽ ചെയ്യണം. സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, പേരൻസ് പറഞ്ഞു തരുന്നില്ല. സോ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഹീലിംഗ്, നമ്മൾ വൂണ്ടഡ് ആകുന്ന പോലും നമ്മൾ അവെയർ അല്ല. നമ്മൾ കുറച്ച് വലുതാകുമ്പോഴാണ് വൂണ്ടിങ്ങിനെ പറ്റിയും ഹീലിങ്ങിനെ പറ്റിയും ഇപ്പോൾ ഒത്തിരി ട്രെൻഡിയാണ് ഈ ടോപ്പിക്ക്. ആക്ച്വലി അത് നല്ലതാണ്. ബിക്കോസ് എല്ലാ കോൺഷ്യസ്ലി നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ സബ് കോൺഷ്യസ്ലി അത് അവിടെ ഉണ്ടാവും. നമുക്കറിയാത്തതുകൊണ്ടാണ് അല്ലേ? നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ, പക്ഷെ ചിലപ്പം നമ്മൾ ഓർത്തോർത്ത് വരുമ്പോഴേക്കും അങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് നമ്മൾ വലുതായിട്ട് നമ്മുടെ ഇന്നർ ചൈൽഡിനെയൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ്. ഇപ്പം നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ അൺവെൽ ആകുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? വി ഫീൽ ടയേർഡ്, വി ഫീൽ ബോഡി ഏക്സ്, വി ഫീൽ ഇൽ. അതേപോലെ തന്നെ ഇമോഷണലി ഇങ്ങനത്തെ വൂണ്ടിങ് ഉണ്ടെങ്കിലും സിംറ്റംസ് നമുക്ക് ഉണ്ടാവും. വി ഫീൽ ലൈക്ക് വി ആർ ലോസ്റ്റ്. എന്താ എനിക്ക് ജീവിതത്തിൽ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തോ ഒരു ഓഫ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ബേസിക്കലി ഷിബ്ല, നമുക്ക് സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യില്ല. വി ഓൾ ഡിസേർവ് ടു ഫീൽ കണക്റ്റഡ്, വി ഓൾ ഡിസേർവ് ടു ഫീൽ ലവ്ഡ്, and we all deserve to feel that, enjoy that, yes, peace and beauty of life. ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. We feel completely disconnected from ourselves and as well as from the world. അപ്പോൾ again coming to the മൂലാധാര ചക്ര, അത് ഗവേൺ ചെയ്യുന്നത് സ്റ്റെബിലിറ്റി, സേഫ്റ്റി, പിന്നെ മണി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു മൂലാധാര ചക്രയിലുള്ള ഇംബാലൻസസ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. they cannot even sit. അവർക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല, ആങ്ഷ്യസ് ആയിരിക്കും. ഇതൊക്കെയാണ് ബേസിക്കലി അവരിൽ കണ്ടുവരുന്ന സിംറ്റം എന്ന് പറയണത്. അതിന് ഹീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ബെറ്റർ ഇഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം ഗ്രൗണ്ടിങ് ആണ്. അത് അവരെപ്പോഴും ഹെഡ് സ്പേസിലായിരിക്കും. അപ്പോൾ അവർക്ക് ഗ്രൗണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും നല്ലത് ബെയർ ഫുട്ട് വാക്കാണ്. ചെരുപ്പില്ലാതെ ഭൂമിയിൽ കാല് പതിപ്പിച്ച് പുല്ലിലോ അല്ലെങ്കിൽ മണ്ണിലോ കുറച്ച് നേരം എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും നടക്കുകയാണെങ്കിൽ they feel grounded and they will feel more connected with the earth. So they feel connected with themselves. അതാണ് മൂലാധാര ചക്രയിൽ ഉള്ളത് പ്രശ്നം. ബാലൻസ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇതാണ്. There are lots of ways. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കും സോനുവിനും കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും. കറക്റ്റ്. ആൻഡ് another thing is like നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ടൂളാണ് നമ്മുടെ ബ്രെത്ത്. എവിടെയും നമ്മളെ കയ്യിൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഓൾറെഡി ഉണ്ട്. സോ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ ബ്രീതിങ് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രീതിങ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആയിക്കോളും. പ്രസൻറ്റ് മൊമെൻറ്റിൽ എങ്ങനെയാണ് വരിക? എവിടെയാണോ നമ്മുടെ ശരീരമുള്ളത് അതാണ് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് വരാം. കോൺഷ്യസ്ലി ബ്രീതിങ് ശ്രദ്ധിക്കുക. ഡീപ്പ് ഇൻഹലേഷൻ, മൂക്കിലൂടെ എയർ പോകുന്നതും അത് വയറ്റിലെത്തുന്നതും തിരിച്ച് മൂക്കിലൂടെ പുറത്ത് പോകുന്നതും കോൺഷ്യസ് ആയിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും അത് ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും വി വിൽ കം ബാക്ക് ടു അവർ ബോഡി, കം ബാക്ക് ടു അവർ സെൽഫ്. അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഷുവർ. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ സെക്കൻഡ് ചക്ര ഫ്രം ദി ബോട്ടം. വി കോൾ ഇറ്റ് സേക്രൽ ചക്ര. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നമ്മളുടെ നേവലിൻ്റെ മുക്കിളിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് എൻ്റെ ലൊക്കേഷനുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ഗവേൺ ചെയ്യുന്നത് ഇമോഷൻസ്, ക്രിയേറ്റിവിറ്റി, പ്ലെഷർ. ചില ആൾക്കാർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളിൽ ഇമോഷൻസ് തോന്നുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിയോടോ ഒരാളോട് പ്രണയം തോന്നുന്നുണ്ട്, ഇഷ്ടം തോന്നുന്നുണ്ട്, ഉള്ളിൽ പ്രണയം തോന്നുന്നുണ്ട്, പക്ഷെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ
നമുക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ എക്സ്പ്രഷൻ ഇമോഷൻസിന് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അത് സപ്രസ് ചെയ്യും. ഇപ്പം സങ്കടം ആയിക്കോട്ടെ, നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ കരയണം. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് കരയുന്നത് ഒരു Weakness ആണ്. വീക്ക്നെസ് ആണ്. നോ ഷിബ്ല, കരയുന്നത് ഒരു സ്ട്രെങ്ത് ആണ്. ബീങ് വൾണറബിൾ ഇസ് എ സ്ട്രോങ് തിങ് വിച്ച് നോട്ട് എവറിബഡി ക്യാൻ ഡു. അത് കരഞ്ഞൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇനോർമസ് സ്ട്രെങ്ത് ഉണ്ട്. ദ മോർ യു ഡു നോട്ട് ക്രൈ, ദ മോർ യു സപ്രസ് യുവർ ഇമോഷൻ, ദ മോർ വീക്ക് യു വിൽ ബിക്കം. സോ ഐ വോണ്ട് എവറിബഡി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ജസ്റ്റ് ബി റിയൽ. കരച്ചിൽ വരികയാണെങ്കിൽ കരയൂ, ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ ചിരിക്കൂ, എല്ലാം എക്സ്പ്രസ് ചെയ്യൂ. പക്ഷെ അതിനൊരു ബാലൻസ്ഡ് വേയിൽ ചെയ്യുക. ഇപ്പം ആങ്കർ തോന്നുകയാണെങ്കിൽ ആങ്കർ എക്സ്പ്രസ് ചെയ്യൂ, അതിന് പ്രശ്നമില്ല. പക്ഷെ അതിന് ബാലൻസ്ഡ് വേയിൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുക. സോ ആ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ, സപ്രഷൻ ഇല്ലാതെ ചെയ്യുന്നത്, അതിനെയൊക്കെ ഗവൺ ചെയ്യുന്ന നമ്മുടെ സേക്രൽ ചക്രയാണ്. അതേപോലെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നതും ഈ സേക്രൽ ചക്രയിലാണ്. അതിന് ഇംബാലൻസ് വരുമ്പോഴാണ് ക്രിയേറ്റീവ് ബ്ലോക്സ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ഈവൻ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ പറ്റില്ല. വി കനോട്ട് ഈവൻ, ബിക്കോസ് കുക്കിംഗ് ഈസ് ഓൾസോ ആൻ ആർട്ട്. എവറി ആർട്ട്, ക്രിയേഷൻ ആർട്ടാണ്. ഒരു ആർട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡ്രൈവിങ് ഈസ് ആൻ ആർട്ട്, റൈറ്റ്? കുക്കിംഗ് ഈസ് ആൻ ആർട്ട്. അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. വി ജസ്റ്റ് ഫീൽ ലൈക്ക് ഓക്കെ, വി ജസ്റ്റ് ഡൂയിങ് സംതിങ് റാൻഡം. വി ഫീൽ ഓഫ്, വിൽ നോട്ട് ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. പിന്നെ പ്ലഷർ. ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ, ഷിബ്ല, നമ്മുടെ ലൈഫിൻ്റെ ബ്യൂട്ടിയിലൊന്നാണ് പ്ലഷർ. എന്തും ആയിക്കോട്ടെ, പാട്ട് കേൾക്കുന്നതോ ഡാൻസ് കേൾക്കുന്നതോ, എനി കൈൻഡ് ഓഫ് പ്ലഷർ ഇൻ ലൈഫ്. യെസ്, വി ഓൾ ഡിസേർവ് ടു ഫീൽ ദാറ്റ് ഇൻ അവർ ലൈഫ്. പക്ഷെ ആ പ്ലഷർ ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഗിൽറ്റുള്ള കുറേ ആൾക്കാരുണ്ട്. ദേ ഫീൽ ഗിൽറ്റി when they To allow them to feel that pleasure. Exactly. So pleasure is also a part of life. We all need that. So it's beautiful and colorful. അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ കുറച്ച് കളർ തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇംബാലൻസ്, സൈക്രൽ ചക്രയിൽ ഇംബാലൻസ് വരുമ്പോൾ ഇതൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതും ഈസിയാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മതി. ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ്, മൂവ് അറൗണ്ട് യുവർ ബോഡി. ഫ്രീ ആയിട്ട് നമ്മൾ റിജിഡായി പോകും, നമ്മളുടെ ഫിസിക്കൽ ബോഡിയും മനസ്സും ഡ്രൈ ആയി പോകും ലൈഫ്. കറക്റ്റ്. സോ ബേസിക്കലി നമുക്ക് ഡാൻസ് ചെയ്യാം. ജസ്റ്റ് മൂവ് യുവർ ബോഡി ജസ്റ്റ് ഫ്രീലി. ഓക്കെ, നമുക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പാട്ട് പാടാം, പാട്ട് കേൾക്കാം. ചിലർക്കൊരു 5 മിനിറ്റ് പോലും ഷിബ്ല പാട്ട് കേട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. 5 മിനിറ്റിൻ്റെ പാട്ട് ആസ്വദിക്കാൻ പറ്റില്ല. ദേ ആർ ലൈക്ക് റണ്ണിങ് ബിഹൈൻഡ് സംതിങ് എൽസ്. ദേ ആർ ടു മച്ച് ബിസി. സോ ടേക്ക് സം ടൈം ഫോർ ദെംസെൽഫ്. എല്ലാവരോടും പറയാണ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു പാട്ട് കേട്ട് ആസ്വദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് മൂവ് അറൗണ്ട് ചെയ്യൂ. ഡു സം ജെൻറ്റൽ എക്സസൈസ്. സ്റ്റാർട്ട് ഫ്രം വാക്കിംഗ്. നടന്ന് തുടങ്ങൂ. മെല്ലെ ജോഗ് ചെയ്യാം, റൺ ചെയ്യാം, ഡാൻസ് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. ബേസിക്കലി മൂവ്മെന്റ് ആണ് ഇതിന്റെ ഒരു റെമഡി. കറക്റ്റ്. ആൻഡ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഹൈഡ്രേറ്റ് യുവർ സെൽഫ് എ ലോട്ട്. വെള്ളം കുടിക്കാണ്ടിരുന്നു കഴിഞ്ഞാലും ഈ സൈക്കിൾ ചക്ര ഇംബാലൻസ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ എക്സ്പ്രസ് ചെയ്യുക. സപ്രസ് ചെയ്യാതെ ജെൻറ്റലായിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള വേയിൽ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങും ആൾക്കാരോട്. നമ്മുടെ ഇമോഷൻസ് എന്താണത് മെല്ലെ മെല്ലെ നമ്മൾ തന്നെ അലൗ ചെയ്ത് തുറക്കുക. അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നൗ വിൽ കം ഇൻ ടു അവർ തേർഡ് ചക്ര വിച്ച് വി കോൾ സോളാർ പ്ലെക്സസ് ചക്ര. ഓക്കെ, അതിന് മണിപ്പൂരക ചക്ര എന്ന് പറയും. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ വിൽ പവർ, സെൽഫ് കോൺഫിഡൻസ്, ഇന്നർ സ്ട്രെങ്ത് ഒക്കെ ഗവേൺ ചെയ്യുന്നത്. ഇതില്ലാണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലൊരു മോട്ടിവേഷൻ ഇല്ലാത്ത പോലെ തോന്നും. ഒന്നിനും ഒരു രസമില്ല. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ലൈഫൊന്നും നമുക്ക് എക്സൈറ്റ് ചെയ്യണില്ല. നമുക്ക് സെൽഫായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ പുറത്തുനിന്നൊരു മോട്ടിവേഷൻ കിട്ടിയാൽ തന്നെ 2 ദിവസം നിൽക്കുള്ളൂ. 3-ാം ദിവസം പിന്നെയും പഴയ പോലെ തന്നെയാവും. നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊന്നും പീപ്പിൾ കനോട്ട് ടേക്ക് ആക്ഷൻ. ഒരു കാര്യം മനസ്സിലുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു ഇന്നർ പവർ ഫീൽ ചെയ്യണില്ല. വി ഫീൽ പവർലെസ്. ഇത് ഈ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കില്ല. പ്രോക്രാസ്റ്റിനേഷൻ. ദാറ്റ് ഈസ് ഓൾസോ ഇംബാലൻസ്. കറക്റ്റ്. ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നാളെ നീളെന്ന് പറയണേ. ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ഗിൽട്ടി വരും, നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യുന്നില്ല, നമുക്ക് കൂടുതൽ നമ്മൾ ഗിൽട്ടിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പം അതൊക്കെ ഈ മണിപ്പൂരക ചക്രയുടെ ഇംബാലൻസ് ആണ്. സോ നമ്മുടെ മണിപ്പൂരക ചക്ര ഇംബാലൻസ് മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ കോർ. ഈ മണിപ്പൂരക ചക്ര ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഇഷ്ടം പോലെ കാണാം. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഏരിയയിൽ. ഓക്കെ, അതായത് ലെവലിന്റെ മേലെ.
കറക്റ്റ്. ഓക്കെ. സോ നമ്മൾ ഏത് ചക്രയിലാണോ പ്രശ്നമുള്ളത് ആ ഏരിയയിൽ നമുക്ക് ഫിസിക്കലി പ്രശ്നം ഉണ്ടാവും. ഓ. റൂട്ട് ചക്രയാണ് പ്രശ്നമെങ്കിൽ നമുക്ക് അരയിന്ന് താഴത്തോട്ടുള്ള കാലിൻ്റെ വേദന, വെരിക്കോസ് വെയിൻ, അങ്ങനത്തെ പ്രശ്നം. അതായത് ഇതിന് ഫിസിക്കൽ സിംറ്റംസും ഉണ്ട്, ലൈക്ക് അസുഖങ്ങൾ പോലെ. ഇറ്റ് ഈസ് ഓൾ കണക്റ്റഡ്. ഞാൻ പറഞ്ഞില്ലേ, പ്രാണിക് സിസ്റ്റമാണ് നമ്മൾ ഫിസിക്കൽ ബോഡിയിലോട്ടുള്ള സിസ്റ്റത്തിലോട്ട് എനർജി കൊടുക്കുന്നത്. പ്രോപ്പറായിട്ട് എനർജി എത്തിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള ഫിസിക്കൽ ബോഡിയിലുള്ള സിസ്റ്റത്തിനും അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ. വാരിക്കോസ് വെയിനൊക്കെ ഇതിന്റെ ഒരു വലിയ നമുക്ക് കാലിൻ്റെ അരയ്ക്ക് താഴെയുള്ള ഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഈ പ്രാണ മൂലാധാര ചക്രയുടെ പ്രശ്നമാണ്. ഇനി നാഭിയുടെ ഭാഗത്താണെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിൽ PCOD, PCOS പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താ പറയുക, യൂറിനറി ഇൻഫെക്ഷൻസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ഉണ്ടാവും. ഇനി വയറ്, നമ്മുടെ മണിപ്പൂരക ചക്രയാണെങ്കിൽ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു a stomach, കോൺസ്റ്റിപ്പേഷൻ, അതേപോലെ തന്നെ ഭക്ഷണം, ഇൻഡൈജഷൻസ്, അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടാവും. സോ നമ്മൾ മണിപ്പൂരക ചക്ര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാണായാമ, ദർ ഇസ് എ ബ്യൂട്ടിഫുൾ പ്രാണായാമ കോൾ കപാൽഭാതി. ഇനി കപാൽഭാതി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കണ്ണടച്ചിട്ട് നന്നായിട്ട് ഡീപ്പ് ഇൻഹെയിൽ ചെയ്യുക നമ്മുടെ സ്റ്റമക്കിലോട്ട് നന്നായിട്ട് ഡീപ്പ് ഇൻഹെയിൽ ചെയ്ത് മെല്ലെ സ്റ്റമക്കിൽ നിന്ന് മൂക്കിലൂടെ പുറത്ത് ഒരു 10 to 15 റൗണ്ട്സ് അവയർനെസ്സോട് കൂടി ചെയ്യുക. അതായത് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മളുടെ ചക്രയിലോട്ട് വരെ ഇൻഹെയിൽ ചെയ്യണം, അവിടെ നിന്ന് മെല്ലെ പുറത്തോട്ട് എക്സെയിൽ ചെയ്യണം. ഇങ്ങനൊരു 10 to 15 റൗണ്ട്സ്. മേ ബി ഇറ്റ്സ് ഗോണ ടേക്ക് അറൌണ്ട് 5 to 10 minutes ഇൻ എ ഡേ. അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ ജെൻറ്റ്ലി ആക്ടിവേറ്റ് ദാറ്റ് ചക്ര. ആൻഡ് പ്ലാങ്ക് പോസ്ചർ, ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും എവറിബഡീസ് ഇൻ ടു ഫിറ്റ്നസ്, എല്ലാവർക്കും അറിയാം നമ്മുടെ കോർ സ്ട്രെങ്ത് ചെയ്യുന്ന എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി വെരി സ്ട്രോങ്. പ്ലാങ്ക്, എൽബോ പ്ലാങ്ക്സ്, ബേസിക്കലി കോർ സ്ട്രോങ് ആയിരിക്കുക. ഇവിടെയാണ് നമ്മൾ പേഴ്സണൽ പവർ ഉള്ളത്. ഇത് സ്ട്രോങ് ആണെങ്കിൽ വിൽ ഹാവ് ദാറ്റ് സ്ട്രെങ്ത് ടു ഗോ ഓൺ ഫോർ ദ ലൈഫ്, ഗോ ഫോർ ഇറ്റ്, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ വർക്ക് ഓൺ ദാറ്റ്. എങ്ങനെയാണ് കപാൽഭാതി ചെയ്യാന്ന് ഒന്ന് ആൾക്കാർക്ക്? ഇറ്റ്സ് നോട്ട് കോംപ്ലിക്കേറ്റഡ്, റൈറ്റ്? It's not complicated, it's simple. So Kapalbhati എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the word Kapalbhati means skull. Kapal means skull, Bhati means shining. So ഇതിന് കപാൽഭാതി നമ്മളുടെ ബോഡീനെ ഹീറ്റ് ആക്കണം. നമ്മളുടെ ഇവിടെ ചൂടുണ്ട്, നമ്മൾ പറയില്ലേ അഗ്നി ഉണ്ടെന്ന് പറയും, വിശപ്പിന്റെ അഗ്നിന്റെ അഗ്നി കെട്ടു എന്നൊക്കെ പറയില്ലേ, അത് ഈ അഗ്നിയാണ്. അഗ്നി വേണം. That fire that we have within us, it is always here. അപ്പോൾ കപാൽഭാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രാണായാമം ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്പൈൻ ഇലോങ്ങേറ്റ് ആയിട്ട് ഇരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഫോഴ്സ്ഫുൾ എക്സലേഷൻ ത്രൂ ദി നോസ്, ബട്ട് പാസീവ് ഇൻഹലേഷൻ. നമ്മൾ ഇൻഹെയിൽ ചെയ്യണില്ല, ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സെയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അലോങ് വിത്ത് ദാറ്റ് നമ്മളുടെ വയറ് ഫ്ലാപ്പ് ചെയ്യും. ഡു യു വാണ്ട് മീ ടു ഷോ യു? Yeah. So I'll show you maybe 5 rounds how to do it. Gently, let's close your eyes. ഒരു 3 നോർമൽ ഡീപ്പ് ബ്രെത്ത് ശ്രദ്ധിക്കുക. സെൻറ്റർ ചെയ്തതിന് ശേഷം വി ക്യാൻ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ലൈക്ക് we are flapping our stomach as we exhale forcefully. So this is Kapalbhati. അതായത് ഇത് ഒരു തവണ എക്സൈൽ ചെയ്യുമ്പോൾ തന്നെ 30 എക്സലേഷൻ ചെയ്യണം. അതാണ് ഞാനൊരു 5 എണ്ണം ചെയ്ത് കാണിക്കാം. അതുപോലെ 30 തുടങ്ങാം. ഓക്കെ. So you can do up to 60 to 100. അത് മെല്ലെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആൻഡ് മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ഇറ്റ് റിത്തമിക്ലി. റിത്തമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഡൂയിങ് സെയിം സ്പീഡിലാണെങ്കിൽ, ഇഫ് യു ആർ ഡൂയിങ് then you have to keep same speed. But better ഞാൻ പറയുന്നു ഓരോ സെക്കൻഡിന്റെ സൂചി നീങ്ങില്ലേ, ആ ഒരു പേസിൽ പോകും, ആ ഒരു റിത്തത്തിൽ സ്റ്റാർട്ടിങ്ങിൽ പോവാം. സോ മേക്ക് ഷുവർ യു ആർ എക്സേലിംഗ് ഫോഴ്സ്ഫുള്ളി ആൻഡ് ഇൻഹലേഷൻ ഇല്ല, ഇറ്റ് വിൽ ഹാപ്പൻ പാസീവ്ലി. പിന്നെ വയറ് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്യുക. ഇത് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആണ്. മണിപ്പൂരക ചക്ര ലിറ്റ് ആയിരിക്കും. ഓക്കെ, വിൽ ഹാവ് ദാറ്റ് സ്ട്രെങ്ത്. നെക്സ്റ്റ്, സോ ഇനി ഇപ്പോൾ നമ്മൾ 7 ചക്രാസ് പറഞ്ഞു. അപ്പോൾ ലോവർ 3 ചക്രാസ് നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിൻ്റെ സെൻറ്ററാണ് ഹാർട്ട് സ്പേസ്. യെസ്, ഹാർട്ട് സ്പേസിൽ എല്ലാവർക്കും മോസ്റ്റ്ലി ഹാർട്ട് സ്പേസിൽ പ്രശ്നം ഉണ്ടാകും. കാരണം ഒന്നോ ഏതെങ്കിലും രീതിയിൽ ആൾക്കാർക്ക് വേദന തട്ടാത്ത ആൾക്കാരില്ല. ഹാർട്ട് എപ്പോഴും അല്ലേ, ആവാത്ത ആൾക്കാരില്ല. വേദന തട്ടാത്ത ആരാ ഉള്ളത്? ആ വേദനയിൽ നിന്നേ നമ്മൾ എന്തായാലും പഠിക്കുള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോൾ വേദന തട്ടാത്ത ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി വൂണ്ടിങ്ങും ഈ ഹാർട്ട് ചക്രയിൽ ഉണ്ടാവും. വി കോൾ ഇറ്റ് അനാഹത ചക്ര. ഇറ്റ് ഈസ് എ സെൻറ്റർ, ബിഗ് ആണത്. ഇതിൻ്റെ താഴത്തെ ലോവർ 3യുടെയും അപ്പർ 3യുടെയും സെൻറ്ററാണ് ഈ അനാഹത ചക്ര എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ലൈഫിൽ ബിട്രയൽസ് സംഭവിച്ചിട്ടുണ്ടാവും. ഫ്രണ്ട്ഷിപ്പിൽ നിന്നായിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ നിന്നായിക്കോട്ടെ, പാർട്ട്നേഴ്സിൽ നിന്നായിക്കോട്ടെ, നമ്മൾ വിശ്വസിച്ച ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊരു വൂണ്ടിങ് ആയിട്ട് നമ്മുടെ ഉള്ളിലിരിക്കും. പിന്നെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു, നമുക്ക് അടുത്ത റിലേഷൻഷിപ്പിന് പേടിയുണ്ടാവും. നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്യും, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ഇനി എന്നെ വേദനിപ്പിക്കരുത് ആരും. സോ ബേസിക്കലി എന്താ സംഭവിക്കുക, അവർ ക്ലോസ്ഡ് ഓഫ് ആയി. അവർക്ക് ഇനി ഒരു റിലേഷൻഷിപ്പിലോട്ട് ദേ വിൽ നോട്ട് ബി ഓപ്പൺ. ദേ വിൽ ബി ലൈക്ക് ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. പക്ഷേ ഒത്തിരി നാൾ പ്രൊട്ടക്ട് ചെയ്താൽ എന്താ പറ്റുക, ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അനദർ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കൊരാൾ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഇന്റർ കണക്ഷൻ, ആൾക്കാരായിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. വി ഫീൽ ലോൺലി. ആൻഡ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, വി ടെൻ ടു പുഷ് പീപ്പിൾ അവേ. കാരണം എന്താ, ആൾക്കാരെ നമ്മൾ കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുക. അന്നൊരു പ്രൊട്ടക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവഞ്ച്വലി നമ്മൾ പോലും അറിയാതെ ആൾക്കാരെ പുഷ് ചെയ്ത് കളഞ്ഞിട്ട് വി ഫീൽ ലോൺലി. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നിപ്പോവും, എനിക്ക് ആരും ഇല്ല എന്ന് തോന്നും. ബട്ട് ഒരു അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മൾ തന്നെയാണ് കാരണം. നമ്മൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ വേദന ഇനിയും നമുക്ക് ഫീൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് വി ഡോണ്ട് വോണ്ട് ടു ഗോ ടു ദാറ്റ് സ്പേസ് വെർ വി ഗോട്ട് ഹേർട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസ്ഡ് ഓഫ് ചെയ്ത് കളയും. നമ്മൾ ആ റിലേഷൻഷിപ്പിനെ നമ്മൾ വെൽക്കം ചെയ്യില്ല. പിന്നെ നമുക്ക് ഷിബ്ല ലൈഫിൽ എന്തെങ്കിലും റിസീവ് ചെയ്യണമെങ്കിൽ ദാറ്റ് റിസെപ്റ്റിവിറ്റി ഈസ് ഹിയർ. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് ഓപ്പൺ ആക്കി വെക്കണം. യെസ്, വി ഹാവ് ടു ബി ഓപ്പൺ. ആ ഹാർട്ട് ഓപ്പൺ ആണെങ്കിൽ എന്തിനും, പുതിയ ഐഡിയാസിനായിക്കോട്ടെ, പുതിയ നോളജിനായിക്കോട്ടെ, എന്തിനും ആ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ എക്സ്പീരിയൻസസും പുതിയ ആൾക്കാരും എല്ലാം വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സെയിം സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ വട്ടി അല്ലേ? കറക്റ്റ്. നമുക്ക് സെയിം എക്സ്പീരിയൻസ്, നോളജ് ആണെങ്കിൽ നമുക്ക് പുതിയ നോളജ് കിട്ടില്ല. ബിക്കോസ് വി ആർ ക്ലോസ്ഡ് ഓഫ്. വി ഫീൽ ലൈക്ക് ഓക്കെ വി നോ എവറിത്തിങ്. ആൻഡ് നമുക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടില്ല. ആൻഡ് പുതിയ ആൾക്കാർ വരില്ല. അപ്പം എന്ത് പറ്റുക, സെയിം എക്സ്പീരിയൻസസ് ആൾക്കാർ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും, സെയിം ആൾക്കാരായിട്ട്. പുതിയ ആൾക്കാർ വന്നാലല്ലേ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുണ്ടാവില്ല. പുതിയ ഇപ്പോൾ ജോബിനാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസിനാണെങ്കിലും വി വിൽ നോട്ട് ബി ഓപ്പൺ. വിൽ ബി ലൈക്ക് ഓക്കെ ഫൈൻ. അപ്പോൾ എന്തിനാ റിസെപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺ ചെയ്യുന്ന നമ്മുടെ ഹാർട്ട് ചക്രയാണ്. ബേസിക്കലി ലവ്, കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ വേണ്ടതാണ്. പിന്നെ എന്താ പറയുക, ആൾക്കാർക്ക് ഗ്രഡ്ജ് ഉണ്ടാവും. ആൾക്കാരുടെ ദേഷ്യം മനസ്സിലുള്ളിൽ കൊണ്ട് നടക്കില്ലേ. ഇപ്പോൾ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫെയർ ആയിട്ട് ചെയ്തു, ഓട്ടോമാറ്റിക്കലി സാധാരണ എല്ലാവർക്കും അവരോടൊരു ദേഷ്യം ഉണ്ടാവും. അത് അവർക്ക് വിട്ട് കളയാൻ പറ്റില്ല. ദേ കനോട്ട് ലെറ്റ് ഇറ്റ് ഗോ. ആ ഗ്രഡ്ജ് അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ കൊള്ളില്ല. അത് നമ്മളുടെ മനസ്സിൽ ഒരാളുടെ ഗ്രഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർഗീവ് ചെയ്യണമെന്ന് പറയണത് എന്തുകൊണ്ടാണ്, നമ്മുടെ മനസ്സ് ചീത്തായി പോകുള്ളൂ. അതെ 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 അല്ലേ? നമ്മൾ ഒരു 10 പേരുടെ ഗ്രഡ്ജ് നമ്മുടെ മനസ്സിൽ വെച്ചാൽ എന്താ പറ്റുക, നമ്മളുടെ മനസ്സ് അഴുക്കായി പോകും. അപ്പം നമുക്ക് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകണമെങ്കിൽ എന്താ ചെയ്യുക, we have to learn how to forgive and let it go. Maybe not just for the others, for the person, for ourselves. We have to keep our mind clean. നമ്മൾ ആൾക്കാരുടെ ആങ്കറും ഗ്രഡ്ജും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ചീത്തായി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ അസ്. ഇറ്റ്സ് ഗോൺ എഫക്റ്റ് ബാഡ്ലി ടു അവർ സെൽഫ്. അപ്പം നമ്മൾ എന്തിനാണ് നമ്മളോട് അങ്ങനെ ചെയ്യണേ? അതിന് വേണ്ടിയിട്ടെങ്കിലും I would suggest everybody to learn to let go so that you can feel that wholeness. You can receive whatever meant for you and experience life in a more fuller and beautiful way. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഇതിന് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് ഇൻ യുവർ ലൈഫ്. ചെറുതായിക്കോട്ടെ വലുതായി. റെമഡി ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇറ്റ്സ് വെരി പവർഫുൾ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ് ഷിബ്ല. ഒരു മൂന്ന് കാര്യങ്ങളെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ഒരു പേപ്പറിൽ എഴുതുക, അല്ലെങ്കിൽ ജേർണൽ പോലെ. ജേർണൽ ഇല്ലെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ, ഈ ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ എന്തോരം ഉണ്ടാവും. ബി ജസ്റ്റ് ഗ്രേറ്റ്ഫുൾ വെൻ യു ഡ്രിങ്ക് വാട്ടർ. ക്ലീൻ വാട്ടർ അല്ലാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, യെസ്. സോ നമ്മൾ അതൊക്കെ വി ആർ സംടൈംസ് ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. സോ വെള്ളം കുടിക്കുമ്പോൾ കണ്ണുള്ളതും മൂക്കുള്ളതും നടക്കാൻ പറ്റുന്നതും എല്ലാം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്യാൻ പറ്റിയിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിൽ ഡു എനിത്തിങ്. യെസ്. അപ്പോൾ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മൾ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം നമുക്ക്. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ദ പവർ ഓഫ് ഇറ്റ്, ദ മോർ യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, ലൈഫ് നമുക്ക് കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള കാര്യങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് തരും.
അപ്പോൾ gratitude is very powerful and apologizing as well. If you feel like you're wrong, just take accountability and say sorry. ഇപ്പോൾ ഈഗോ വിട്ട് കളയുക. ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് സോറി പറയാൻ പറ്റില്ല. ഈഗോ വിട്ട് കളഞ്ഞിട്ട് സോറി, that sorry and gratitude is very powerful. ബേസിക്കലി ദാറ്റ് മാജിക് വേർഡ്സ് താങ്ക് യു, സോറി ഒക്കെ. കറക്റ്റ്. അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി അതൊന്ന് ട്രൈ ചെയ്യണം. എവറിബഡി ട്രൈ ചെയ്യുക. എവറി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 3 കാര്യങ്ങൾക്കെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ലൈക്ക് ഐ ഗ്യാരണ്ടി യു യുവർ ലൈഫ് ഈസ് ഗോണ ചേഞ്ച് ട്രെമെൻഡസ്ലി. യു വിൽ ഫീൽ ദാറ്റ് വിത്തിൻ യുവർ സെൽഫ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡാണ് ഇതിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയണേ. ആൻഡ് ഈവൻ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീപ്പിൾ ദാറ്റ് യു ഹാവ് ഹേർട്ട്. അവർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരോടും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യൂ. കാരണം എന്താ, നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്തു. യെസ്, ലൈഫ് ഇസ് ഓൾ അബൌട്ട് ലെസൺസ്, റൈറ്റ്? ലൈഫ് ഇസ് ഓൾ അബൌട്ട് ലെസൺസ്. ഇപ്പോൾ ആൾക്കാരാണെങ്കിലും വരുന്നതൊക്കെ ഈതർ പീപ്പിൾ ഓർ എക്സ്പീരിയൻസ് കം ആസ് എ ബ്ലെസ്സിങ് ഓർ എ ലെസൺ. ഇത്രയേ ഉള്ളൂ ലൈഫ്. ഈതർ ആൾക്കാർ വരുന്ന ലെസൺസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആയിട്ടായിരിക്കും. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ വന്ന് ചിലപ്പം ആ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവും. എന്തിനാ? നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ജേർണിക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരിക്കും. ബട്ട് ഷിബ്ല, ടു ബി ഓണസ്റ്റ്, നമ്മൾ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. വെൻ വി ആർ ഇൻ ദ ഇമോഷൻ വി ക്യാൻ നോട്ട് സീ ദ ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ. നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്ക് കാണാനുണ്ടാവില്ല, കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും വി ഫീൽ ഗുഡ്, വി ഫീൽ ബെറ്റർ, ആൻഡ് obviously life is going to transform into a very beautiful way. Yes. So that is about the heart center. See, letting go is an art. Easy on accumulation. എല്ലാവർക്കും അക്യുമുലേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് ലൈഫിൽ. മെമ്മറീസ് ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, ഇവരെന്ന് ലെറ്റ് ഗോ ചെയ്യാണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ കബോർഡിൽ ഇഷ്ടംപോലെ ക്ലോത്ത്സ് ഉണ്ട്, പഴയ ക്ലോത്ത്സ്. ഇതൊന്നും പുറത്തോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പുതിയ ക്ലോത്ത്സിന് വരാനുള്ള സ്പേസ് ഇല്ല. ഫോണിൽ മെമ്മറി ഫുൾ എന്ന് പറയുന്ന പോലെയാണ്. അതായത് ഒത്തിരി നമ്മൾ ജനിച്ച മുതൽ ഇത്ര വരെയുള്ള സിറ്റുവേഷൻസും ഈ ഇമോഷൻസും ആൾക്കാരെയും ഒക്കെ കൂട്ടി വെച്ചിട്ട് പുതിയ എക്സ്പീരിയൻസസ് ഒന്നും വരാൻ സ്പേസ് ഇല്ല. സോ നമ്മൾ എന്താ ചെയ്യുക? വി ഹാവ് ടു ലെറ്റ് ഗോ. ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് മേക്ക് സ്പേസ് ഫോർ ദ ന്യൂ പീപ്പിൾ, new experience to come into our life. Just gently open and allow yourself for that, and life is going to be amazing. See, it's all about enjoying different dimensions of life. Okay. Banahata കഴിഞ്ഞു, we are going to Vishuddhi chakra, or we call it throat chakra. Okay. Its location is throat. Yeah, throat തന്നെ പറയുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ ഇംബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരിൽ എന്താ ഉണ്ടാവുക? സെൽഫ് എക്സ്പ്രഷൻ ഭയങ്കര പ്രശ്നമായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അവർക്ക് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദേ ഹാവ് എ ലോട്ട് ഓഫ് ഗുഡ് ഐഡിയാസ്, പക്ഷെ അത് ഇഫക്റ്റീവായിട്ട് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ചിലപ്പം ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പ്രസൻറ്റേഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ടാവും, ആൻഡ് ദേ വിൽ ഹാവ് ദ ഐഡിയ. ഇവിടം വരെ എത്തും, ഷിബ്ല പുറത്തേക്ക് വരില്ല. അതൊരു ശരിക്കും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ സെൽഫ് എക്സ്പ്രഷൻ പ്രശ്നം ഉണ്ടാവും. ഇറ്റ് ഗവേൺ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഹാവ് ടു എക്സ്പ്രസ്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പ്രഷൻ അല്ലേ? എന്തിലായിക്കോട്ടെ, ആർട്സിലാണെങ്കിലും കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും എല്ലാം എക്സ്പ്രഷനാണ്. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. നമ്മളിങ്ങനെ ക്ലോസ്ഡ് ഓഫ് ആയിട്ട് റിജിഡ് ആയിട്ട് അനങ്ങാണ്ടിരുന്നിട്ട് എന്താ കാര്യം? ലൈഫ് വിൽ ബി ലൈക്ക് ഡാർക്ക്. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് കളർഫുൾ. അപ്പോൾ അതാണ് ഗവൺ ചെയ്യണേ. ത്രോട്ട് ചക്രയ്ക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ദർ ഇസ് എ പ്രാണായാമ കോൾ ഉജ്ജയി. പിന്നെ ട്രൂത്ത് സംസാരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരാൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിൽ ബി ലൈക്ക് എ പഞ്ചിങ് ബാക്ക്. നമ്മളിങ്ങനെ അനങ്ങാതെ എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് വിൽ ബി ലൈക്ക് ടേക്കിംഗ് ഓൾ ദ തിങ്സ് ഫ്രം അതർ പീപ്പിൾ. ലൈഫിൽ എത്ര ആൾക്കാർ പോവും. ഇതെല്ലാം നമ്മൾ എടുക്കുകയും ചെയ്യും, എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കും. നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വി കനോട്ട് ഈവൻ സ്റ്റാൻഡ് അപ്പ്. എസ്പെഷ്യലി നോ പറയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിൽ എക്സാക്ട്ലി സ്റ്റോപ്പ്, നോ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഇഫ് സംബഡി ഈസ് ടെല്ലിങ്, നമ്മൾക്ക് വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ സ്റ്റോപ്പ്, നോ, എനിക്കത് വേദനിക്കുന്നുണ്ട്, എനിക്കത് വേണ്ട, എനിക്കിതിപ്പം കേൾക്കണ്ട എന്ന് പറയുന്ന ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല. And they will constantly take all the negative energy from outside and they will sit like at home. അതൊരു പ്രശ്നമാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റണ ഷിബ്ല. We should not be a punching bag for anyone. Okay? We should stand up for ourselves.
നമുക്ക് ചിലപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ലൈഫിൽ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഡീൽ ചെയ്യേണ്ടി വരിക. സോ വി ഷുഡ് ഹാവ് ദ കറേജ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ അവർ സെൽഫ് നോ മാറ്റർ വാട്ട്. വി ആർ നോട്ട് എ പഞ്ചിങ് ബാഗ് ഫോർ എനി വൺ. വി ഷുഡൻ ബി. സോ ആ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ത്രോട്ട് ചക്ര ഇംബാലൻസ് കൊണ്ടാണ്. സോ ഇഫ് ദാറ്റ് വർക്ക് ഉജ്ജയി പ്രാണായാമ ഒന്നുമില്ല, ബേസിക്കലി അഗൈൻ ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുമ്പോൾ ത്രോട്ടിൽ കൂടെ ഒരു ചെറിയ സൗണ്ടിലൂടെ എക്സേൽ ചെയ്യാം. ലൈക്ക് ത്രോട്ടിൽ കൂടെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട് സ്ലോലി എക്സേൽ ചെയ്യുമ്പോൾ ത്രോട്ട് നമ്മൾ പറയണ പോലെ. യെസ്, നമ്മൾ നോർമലി മൂക്കിൽ കൂടെ അല്ലേ തൊണ്ടയും കൂടി Include ആയിരിക്കും. ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രാക്ടീസ് മതി. പക്ഷേ ഇത് കറക്റ്റായിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആസ് യു ഡു ഇറ്റ് ലൈക്ക് 5 minutes ഓർ സംതിങ്. ഇരുന്ന് ചെയ്യണം എന്നില്ല, വെറുതെ ഫ്രീ ടൈം കിട്ടുമ്പോഴാണെങ്കിലും. ഏറ്റവും നല്ല വഴി ഇപ്പോൾ ട്രാഫിക്കാന്ന് തോന്നുന്നു, ഇഷ്ടംപോലെ സമയം. അതെ 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 അതെ, നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തോ ട്രാഫിക്കിലാണെങ്കിലും ഒക്കെ എവിടെ ഇരിക്കുമ്പോൾ ഒരു 2-3 ടൈം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ് വിൽ ആക്ടിവേറ്റ് യുവർ ത്രോട്ട് ചക്ര വേർ യു ക്യാൻ എക്സ്പ്രസ് യുവർ സെൽഫ് like confidently, and as well as your communication will be very effective. Yes, so that is the throat chakra. ഓക്കെ. And coming to the third eye, എല്ലാവരും നമുക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഉള്ളതാണ് ഈ third eye. We call it Ajna chakra. It's a very beautiful one. And Ajna chakra imbalance ആണെങ്കിൽ ആൾക്കാർക്ക് ക്ലാരിറ്റി കുറവുണ്ടാവും. ഈ ഇൻറ്റ്യൂഷൻസ് അങ്ങനെ Yes, എപ്പോഴും നമ്മൾ തേർഡ് ഐനെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുമല്ലോ അല്ലേ? correct. It governs clarity, intuition, and ഈ ഇൻറ്റ്യൂഷനും ക്ലാരിറ്റിയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എവിടെയാണ് പോകേണ്ടത് ഡിസൈസീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ ഇംബാലൻസ് വരുമ്പോഴാണെങ്കിൽ പീപ്പിൾ വിൽ ബി ഇൻഡിസൈസീവ്, ആൻഡ് ആൾക്കാരുടെ ഒപ്പീനിയൻസ് കൂടുതൽ ചോദിക്കും about what to do in life. What is the decision I should take? അപ്പം നമുക്ക് നമ്മുടെ ഓൺ ഡിസിഷനിൽ ട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും കോൺസ്റ്റൻ്റ്ലി, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ ശരിയാവോ, അത് ചെയ്താൽ ശരിയാവോ. കാരണം എന്താ, എനിക്ക് എന്നിൽ എന്താ ചെയ്യേണ്ടതൊരു ക്ലാരിറ്റി ഇല്ല, എനിക്കതിൽ വിശ്വാസവുമില്ല. അതൊക്കെ ഈ ക്ലാരിറ്റിയുടെ പ്രശ്നം, നമ്മുടെ ഇൻറ്റ്യൂറ്റീവ്, നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിക്കാൻ പറ്റാത്തത്, അതൊക്കെ ഈ ആജ്ഞാചക്രയുടെ ബ്ലോക്കാണ്. അത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാലല്ലേ ഷിബ്ല, നമുക്ക് ഓൺ ഡെസിഷൻസിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നോ മാറ്റർ വാട്ട്, നമ്മൾ ആരെയും കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. പീപ്പിൾ ക്യാൻ ട്രൈ, ബട്ട് വി നോ ദ ട്രൂത്ത്. ആൾക്കാർക്ക് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് ട്രൂത്ത് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. തേർഡ് ഐ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, മൂന്നാമത്തൊരു കണ്ണാണ്. ഈ 2 കണ്ണുകളുകൊണ്ട് കാണാത്ത ഒരു അണ്ണാത്തൊരു ഡയമെൻഷനും കൂടി ആ തേർഡ് ഐ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ലൈഫിൽ ഈ ഫോട്ടോസിൽ പിക്സൽ കുറച്ചും കൂടി ആഡ് ആയിക്കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടുന്ന പോലെയാണ്. സെയിം പിക്ചർ തന്നെ ബേസിക്കലി ക്ലാരിറ്റി കൂടും. എക്സാക്ട്ലി, ക്ലാരിറ്റി കൂടുമ്പോൾ നമ്മളെ ആൾക്കാർക്ക് കൺഫ്യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. വി ക്യാൻ ലിറ്ററലി സീ ത്രൂ പീപ്പിൾ. സോ നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. ആൻഡ് നമുക്ക് ക്ലാരിറ്റി കുറച്ചും കൂടി ഉണ്ടാവുമ്പോൾ ലൈഫിനെ കുറച്ചും കൂടി നാവിഗേറ്റ് ചെയ്യാൻ ഈസിയാണ്, കൺഫ്യൂഷൻസ് കുറവാണ്. വി നോ വെയർ ടു ഗോ അല്ലേ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എവിടെയാണ് ഡെസ്റ്റിനേഷൻ വേണ്ടതെന്ന് അറിയാം. ഇറ്റ്സ് ഈസി ടു ഗോ, ഇറ്റ്സ് ഈസി ടു നാവിഗേറ്റ്. ഞാൻ പറഞ്ഞ ഒത്തിരി ദൂരെ, ചിലപ്പോൾ ഒരു 10 വർഷം അഹെഡ് എവിടെ പോകാമെന്ന് അറിയാനായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2-3 സ്റ്റെപ്പെങ്കിലും അഹെഡ് എനിക്ക് എവിടെ പോകുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടാക്കുന്നത് ഈ തേർഡ് ഐ ചക്രയുടെ ഇംബാലൻസ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും ബാലൻസ് ചെയ്യാൻ? വെരി ഈസി ഷിബ്ല, എല്ലാം വളരെ ഈസിയാണ്. ജസ്റ്റ് സിറ്റ് ഫോർ 5 minutes, കണ്ണടച്ചിരിക്കുക. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐബ്രോസിൻ്റെ മധ്യത്തിലാണ്, നടുക്കാണ്. സോ കണ്ണടച്ചിരുന്നിട്ട് ആ തേർഡ് ഐയിലോട്ട് കുറച്ച് നേരം ജെൻറ്റലായിട്ട് ഫോക്കസ് ചെയ്ത് സ്റ്റേ ദർ ഫോർ 5 minutes. ദാറ്റ് ചക്ര വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. ദർ ഇസ് സംതിങ് കോൾഡ് പൈനിയൽ ഗ്ലാൻഡ് ഇൻസൈഡ്. ആ പൈനിയൽ ഗ്ലാൻഡിൻ്റെ ആക്ടിവേഷനാണ് ഈ തേർഡ് ഐ എന്ന് പറയണേ. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. കാരണം നമുക്ക് എല്ലാവർക്കും ക്ലാരിറ്റി വേണം ലൈഫിലല്ലേ. എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ലൈഫിനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സിറ്റ് ഫോർ 5 minutes എവറി ഡേ, ടേക്ക് സം ടൈം. ഇതിനാണ് നമ്മൾ ഇന്നർ വർക്ക് എന്ന് പറയണേ. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ തേർഡ് ഐയിൽ ഇവൻച്വലി മെല്ലെ മെല്ലെ വി ഫീൽ ദാറ്റ്, പലർക്കും പല സെൻസേഷൻ ആയിരിക്കും, ടിംഗ്ലിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ഫീലിംഗ്, വാം ഫീലിംഗ്, പ്രഷറൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുക. പക്ഷേ എല്ലാ ദിവസവും 5 minute ഇരിക്കൂ, ഇരുന്നുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ക്ലാരിറ്റി ഉണ്ടാവും. And it will help you a lot. Yes. And the last one is
ക്രൗൺ ചക്ര വി കോൾ ഇറ്റ് സഹസ്രാര. ദാറ്റ് ഈസ് അതിൻ്റെ ലൊക്കേഷൻ തന്നെ ടോപ്പ് ഓഫ് ദി ഹെഡിലാണ്, മേ ബി ഔട്ട്സൈഡ് ദ ബോഡി. ഓ ഓ യെസ്. ചില ആൾക്കാരുണ്ടാവും ദേ വിൽ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് ഹാവ് എ സെൻസ് ഓഫ് പർപ്പസ് ഇൻ ലൈഫ്. ഞാൻ എന്തിനാണ് ജീവിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ കിടന്നുറങ്ങുന്നുണ്ട്, പക്ഷേ സംതിങ് ഈസ് മിസ്സിങ്. ഞാൻ എന്തിനാണ് ജനിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടാവില്ല. അത് ഇതിൻ്റെ ബ്ലോക്കാണ്. പിന്നെ ഇത് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ കണക്ട് ടു ദി ലൈഫ്, മേ ബി സംതിങ് മോർ പവർഫുൾ ദാൻ അസ്. സോ ദാറ്റ് ഈസ് സംതിങ് പവർഫുൾ അല്ലേ. നമ്മളെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ലൈഫിനോട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സെൻസ് ഓഫ് പേർപ്പസ് നമുക്കുണ്ടാവും. അത് കുറച്ചും കൂടി എന്തെങ്കിലും ഇഫ് യു ആർ ബിലീവിങ് ഇൻ എനി സ്പിരിച്വൽ പ്രാക്ടീസസ് യു ക്യാൻ സ്ട്രെങ്തൻ ദം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഇതിനും ആകെ ഒന്നേ ഉള്ളൂ ഷിബ്ല, സ്റ്റേ സൈലൻറ്റ്. ആദ്യം പറഞ്ഞ ഈ ഒരു നമ്മുടെ ബ്രെത്ത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് മെഡിറ്റേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ അല്ലേ. അപ്പം എല്ലാവർക്കും, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രെത്തിനെ മാത്രം കുറേ നേരം ഒബ്സർവ് ചെയ്തിരിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ടഫായിട്ട് തോന്നാറുണ്ട്. ബിക്കോസ് വി ആർ ഇൻ എ വേൾഡ് വെർ വി ആർ കോൺസ്റ്റൻ്റ്ലി നമ്മളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു എന്ത് ചെയ്യുകയാണെങ്കിലും ടി വി കണ്ടുകൊണ്ട് സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അതായത് 2 സാധനം നമ്മൾ ഒരേ സമയത്ത് ചെയ്യുവാണ്. അപ്പോൾ അത്രയും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ബട്ട് ഇപ്പോൾ സോനു പറയണത് സ്റ്റാർട്ട് ഫ്രം 5 minutes അല്ലേ. ജസ്റ്റ് സ്റ്റാർട്ട്, ജസ്റ്റ് ഡു ഇറ്റ്. സംഹൗ സ്റ്റാർട്ടഡ്, ബാക്കി തന്നെ സംഭവിച്ചോളും. നിങ്ങൾ തുടങ്ങൂ, ബാക്കി തന്നെ സംഭവിച്ചോളും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 7 ദിവസം ചെയ്യൂ, ബാക്കി തന്നെ നടന്നോളും. ലൈഫ് വിൽ ഹാപ്പൻ ഓൺ ഇറ്റ്സ് ഓൺ. നമ്മളൊന്ന് അതിനെ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ദാറ്റ് നമ്മുടെ ബോഡി നോസ് ഹൗ ടു ഹീൽ, ഈവൻ ദ എനർജി സിസ്റ്റം നോസ് ഹൗ ടു ഹീൽ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ പുഷ് കൊടുക്കുക, അതിന് വേണ്ട ചെറിയൊരു കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി തന്നെ സംഭവിക്കും ഷിബ്ല. നമുക്ക് ഇരിക്കാൻ 5 മിനിറ്റ് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്സിലാണെങ്കിലും ക്ലാസ്സിൽ വരുമ്പോൾ 5 മിനിറ്റ് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സി മൂവ്മെൻറ്റ് ഈസ് ഈസി. യു ഹാവ് സ്റ്റിൽനെസ് ആണ് പാട്. മൈൻഡ് സ്റ്റില്ലാക്കുന്നത് പാടാണ്, കുറച്ച് നേരം അനങ്ങാതിരിക്കുന്നത് പാടാണ്. അപ്പം അതിൽ വർക്ക് ഓൺ ചെയ്യൂ. ബാക്കിയുള്ള കാര്യത്തിൽ ഞാൻ പറയണ അനങ്ങാതിരിക്കുന്ന ആൾക്കാർ അനങ്ങണം, പക്ഷേ മേജർ ആൾക്കാർക്കും ഇരിക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ദേ ഹാവ് ടു സിറ്റ് വിത്ത് യുവർ ഓൺ തോട്ട്സ്. സൈലൻ്റ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ സാധനവും പുറത്തു വരും. ഇങ്ങനെ വരും എല്ലാം കൂടി. ഇറ്റ് വിൽ എമേർജ് ആൻഡ് വി ഫീൽ ലൈക്ക് we don't want to deal with this. No, then we shut down and we tend to go distract. Okay, let's watch TV, let's go. And social media തന്നെ പറയുന്നത് എന്താ? Feed means what? Feed. Yeah. So make sure what you watch should be healthy. ഇപ്പം ഡയറ്റ് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ നല്ലത് കാണാൻ ശ്രമിക്കൂ. തോട്ടിന് കൊടുക്കുന്ന ഫുഡും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. നല്ലത് കാണാൻ ശ്രമിക്കൂ, നല്ലത് കേൾക്കാൻ ശ്രമിക്കൂ, നല്ലത് സംസാരിക്കാൻ ശ്രമിക്കൂ, നല്ലത് ചിന്തിക്കാൻ ശ്രമിക്കൂ. കാരണം ഈ 5 സെൻസസ് കൊണ്ടാണ് നമ്മളുടെ മൈൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ മൈൻഡിലൂടെയാണ് നമ്മൾ പ്രവൃത്തി വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 5 സെൻസസിൽ കൂടി നല്ലത് ഫീഡ് ചെയ്താൽ നമ്മൾക്ക് വിൽ ഹാവ് എ ഹെൽത്തി മൈൻഡ്. From that healthy mind, we will do good deeds. So basically, feed ചെയ്യുമ്പോൾ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും I would suggest there are lots of informations in social media. കോൺസ്റ്റൻ്റ്ലി ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ടൈം കുറയ്ക്കൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും 24 hours അല്ലേ തന്നിട്ടില്ലേ? എവറിബഡി ഹാസ് 24 hours in their hand. നമ്മൾ 24 hours എങ്ങനെ യൂസ് ചെയ്യണു എന്നുള്ളതാണ്. എല്ലാവരും ഇപ്പം കുട്ടികൾ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോക്കിയാൽ എവറിബഡി ഈസ് ഓൺ ദ ഫോൺ ഷിബ്ല, എവറിബഡി. ആൻഡ് ഇനിയിപ്പോൾ ആ സ്ക്രീൻ ടൈം കുറയ്ക്കും. അപ്പം നമ്മൾ ഈ തേർഡ് ഐ നന്നായിട്ട് വർക്ക് ചെയ്യും. സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് നമ്മുടെ തേർഡ് ഐ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ്ലി ഡിസ്ട്രാക്ടിങ് അവർ സെൽഫ് ഓൺ ദ ഫോൺ. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക നന്നായിട്ട്. നമ്മൾ എന്താണ് സ്റ്റാർട്ട് ഫ്രം വെരി ലെസ് ടൈം അല്ലേ. ഒരു 5 minutes അങ്ങനെ ജസ്റ്റ് കുറച്ച് സമയത്തിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഒരു 1/2 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു 5 minutes ഞാൻ എൻ്റെ ബ്രെത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം എന്ന് വിചാരിക്കും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കിയിട്ടല്ലേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ആദ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ട് നമ്മൾ കുറച്ച് അധികം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കും. അത് എങ്ങനെ പോകണേ. അതേപോലെ സ്റ്റാർട്ട് ഫ്രം ദി സ്മാൾ. കുറച്ചായിട്ട് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളാണ് അല്ലേ. നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല.
So you have to be, and everybody is important. We are also important. Take care of yourself. Start from small routine. കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എണീക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം മൂവ് കഴിക്കുക, ചെയ്യുക. വെള്ളം കുടിക്കുക, മൂവ് ചെയ്യുക, ഫോണിൻ്റെ അതെ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി എടുത്താലും ഒരു ദിവസം ഒരു 20 മിനിറ്റ്സ് മാക്സിമം സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും. രാവിലെ ഒന്ന് നിലത്ത് കാല് വെച്ച് നടക്കുക എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഒരു 3 കാര്യങ്ങൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് എഴുതി വെക്കുക എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ സോറി എന്ന് പറയാൻ പറ്റുന്നതോ, ഇപ്പോൾ ഈ പറഞ്ഞ കപാൽഭാത്തി ആണെങ്കിലും ത്രോട്ടിന് വേണ്ടിയിട്ട് ഉജ്ജയിനി ആണെങ്കിലും ഒക്കെ ഓൾ ടുഗെദർ വിൽ ടേക്ക് ഓൺലി 20 മിനിറ്റ്സ്. ഇത് നമുക്കൊരു അലൈൻമെൻറ്റ് തരുമെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് വണ്ടർഫുൾ. That's a beautiful investment that you can make for yourself, for your beautiful life, for something which you deserve to experience. Why not? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ചക്രാസ് നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ വെൽബീയിങ്ങിനെയൊക്കെ ഡയറക്റ്റ്ലി തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പല അസുഖങ്ങളുണ്ടാവാം, സ്റ്റൊമക്ക് റിലേറ്റഡോ അങ്ങനെയൊക്കെ ആയിട്ട്. അതേപോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു ഹയർ ലെവൽ എന്നുള്ളതുപോലെ നമുക്കറിയാം നമ്മുടെ ബോഡി, നമ്മുടെ എനർജിയും അലൈൻഡ് ആവുമ്പോഴാണ് യൂണിവേഴ്സ് നമുക്കുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ തരുള്ളൂ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നടക്കുള്ളൂ. അപ്പം മാനിഫെസ്റ്റേഷൻ്റെ ഒരു ബ്ലോക്ക് എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിൻലി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത്, മണി, കരിയർ, റിലേഷൻഷിപ്പ്, ഇതായിരിക്കാം മേ ബി ജനറലി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഏത് ചക്ര ബ്ലോക്ക് ആവുമ്പോഴാണ് ഏത് മാനിഫെസ്റ്റേഷൻ അതൊരു ബ്ലോക്കായിട്ട് വരിക, അങ്ങനെ പറയാൻ പറ്റും? Yeah, that's a beautiful question, Shibla. I think everybody would like to know. എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഹാർട്ട് സ്പേസ് എപ്പോഴും ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ വരാനുള്ള ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലോട്ട് വരുള്ളൂ. എല്ലാവർക്കും അവരവരുടെ ഓൺ ലൈഫിൽ ബ്ലെസ്സിങ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ തന്നെയാണ് നമ്മളുടെ എനിമി ആയിട്ട് ഇത് ബ്ലോക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഷിബ്ല, നമ്മൾ ചെറുപ്പത്തിൽ ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ കാരണോ മറ്റുള്ളവർ കാരണോ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷേ ആസ് എൻ അഡൾട്ട് വി ഹാവ് ടു ടേക്ക് ആക്ഷൻ, വി ഹാവ് ടു ടേക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ ദാറ്റ്. നമ്മൾ അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അലൈൻമെൻറ്റിലോട്ട് വരാൻ പറ്റും. അലൈൻമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്സ് നമുക്ക് അലൗ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നോ മാറ്റർ വാട്ട് ഷിബ്ല, എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നീക്സ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ ലൈഫിൽ വരില്ല. കാരണം നമ്മളുടെ ഹാർട്ട് സ്പേസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളത് ക്ലോസ്ഡ് ഓഫ് ആണെങ്കിൽ, how do you think the door is closed, nobody can enter. Correct. So how do you think all the blessings which is meant for us will come to your life? അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് നമ്മുടെ ഫുൾ എക്സ്പ്രഷനിൽ നമുക്ക് ബ്യൂട്ടിഫുള്ളി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ എല്ലാവരും ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുക. ഹാർട്ട് ചക്ര മാത്രമല്ല, എല്ലാ ചക്രാസും ഹീൽ ചെയ്യുക. നമ്മൾ എവിടുന്നാണ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണ് ഓഫ് ഫീലിംഗ് നമ്മുടെ ലൈഫിൽ തോന്നുന്നതെന്ന് നമ്മൾ അതിന് അവെയർ ആവുക. ആൻഡ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ് ചക്ര. ഇവൻച്വലി മണി പ്രോബ്ലം ആണെങ്കിൽ യൂസ് ഇറ്റ് റൂട്ട് ചക്ര, അല്ലേ? കറക്റ്റ്. റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണെങ്കിൽ ഗോ ഫോർ സേക്കിൾ ചക്ര ആസ് വെൽ ആസ് ഹാർട്ട് ചക്ര. കാരണം ഹാർട്ട് ചക്ര ഈസ് ഇമ്പോർട്ടൻറ്റ്. റിസെപ്റ്റിവിറ്റി മറക്കാതിരിക്കുക. ലൈഫിൽ എന്ത് വരണമെങ്കിലും, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, റിലേഷൻഷിപ്സ്, മണി, ലൈഫിൽ എന്ത് ഡിസയേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിലും അത് വരണമെങ്കിൽ ഈ അനാഹത ചക്ര ഷുഡ് ബി ഓപ്പൺ. അതല്ലാണ്ട് നമ്മൾ എന്ത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് കുറേ പേര് പറയില്ലേ, ഐ എം ഡൂയിങ് എ ലോട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ബട്ട് നത്തിങ് വർക്ക്സ്. കാരണം എന്താണ്, ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവരുടെ ഹാർട്ട് സ്പേസ് അവർ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. യെസ്. ഇനി നമ്മൾ കോമൺ ആയിട്ട് ആൾക്കാർ സംസാരിച്ചൊക്കെ വരുമ്പോൾ, ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം എന്ന് തോന്നുന്നത് കൊണ്ടൊക്കെ പലരും വന്ന് സംസാരിക്കുന്നതും ജനറലി കേട്ടിട്ടുള്ളതായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറയാം. അപ്പം അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ചില ആൾക്കാർ പറയാറുണ്ട്, ജോലിയുടെ കാര്യത്തിൽ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യുന്നു, അവരുടെ മിസ്റ്റേക്ക് ആവില്ല, വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് അത് അവർക്ക് അവിടെ നിന്ന് പോരേണ്ടി വരും. അത് കഴിഞ്ഞ് വേറൊരെണ്ണം ട്രൈ ചെയ്യും. അതായത് അതിലൊരു സ്റ്റെബിലിറ്റി ഇല്ല ജോലിയുടെ കാര്യത്തിൽ. അപ്പോൾ അവർക്ക് ഹ്യൂജ് ഗ്യാപ്സ് വരികയാണ് ഇൻ ബിറ്റ്വീൻ ഓരോ ജോലിയുടെയും ഇടയിൽ. പിന്നെ അവർക്കത് ജോലിക്ക് പോകണം എന്നുള്ള, അതായത് അതിന് തന്നെ ഒരു പേടിയാവുക, ഇനിയിപ്പോൾ ഇത് പോയാൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അതും അവർ ചെയ്തൊരു മിസ്റ്റേക്ക് കൊണ്ടല്ല, ആ ഒരു
ആ ഒരു സ്റ്റെബിലിറ്റിയിലാകും. അത് ടോട്ടലി എഫക്റ്റ് ചെയ്യുമല്ലോ നമ്മുടെ ജോലി സ്റ്റേബിൾ അല്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് എവറിത്തിങ്, നമ്മുടെ റിലേഷൻഷിപ്പിനെയും നമ്മുടെ മണീനെ എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. എസ്പെഷ്യലി ഷിബ്ല ഫുഡ് ആൻഡ് ഷെൽട്ടർ, മണി ഇല്ലെങ്കിൽ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കൂടെ പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? അത് ഏത് ചക്ര റിലേറ്റഡ് ആയിരിക്കും? ബേസിക്കലി വൺ തിങ് മണി റിലേറ്റഡ് ഇസ് ഫൗണ്ടേഷൻ, റൂട്ട്. യെസ്, ആൻഡ് എസ്പെഷ്യലി ആജ്ഞ ചക്ര. അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയില്ല. സോ ദേ സ്റ്റാർട്ട് ഫ്രം സംതിങ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദേ വിൽ നോട്ട് ഫീൽ ഓക്കെ ദിസ് നോട്ട് മൈ തിങ്, ഓർ എനിക്ക് പറ്റണില്ല, ആൻഡ് ദേ വിൽ ട്രൈ ടു. ഇത് പല പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ, എവറിബഡി ഈസ് ഡിഫറെൻറ്റ്, റൈറ്റ്? നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ആദ്യം അറിഞ്ഞു കഴിഞ്ഞാലാണ്. അപ്പോൾ അതിനെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ സിറ്റ് ഫോർ 5 minutes എവറി ഡേ. ഒരു മാസം 5 minutes ടൈം സ്പെൻഡ് ചെയ്യൂ. ആജ്ഞാചക്രയിൽ നിന്ന് ഒന്ന് അവയർനെസ് കൊടുത്ത് മെഡിറ്റേറ്റ് ചെയ്യൂ. ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ഒത്തിരി തോട്ട്സ് ഉണ്ടാവുമ്പോൾ എന്താ പറ്റുക? ക്ലാരിറ്റി കുറയുക ചെയ്യണേ. തോട്ട്സ് ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ എവിടെയാണ് ക്ലാരിറ്റി ഉണ്ടാവുക? അപ്പോൾ നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷനിലിരിക്കുമ്പോൾ, പ്രാണായാമം ചെയ്യുമ്പോൾ നെർവസ് സിസ്റ്റം സ്ലോ ഡൗൺ ആവും, ഓവർ തിങ്കിങ് കുറയും, തോട്ട്സ് റെഡ്യൂസ് ചെയ്യും. ആ റെഡ്യൂസ്ഡ് തോട്ട്സുള്ള ആ സ്പേസിൽ നിന്നാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അതുകൊണ്ടാണ് മെഡിറ്റേഷനോ പ്രാണായാമയോ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയണത്. നമ്മൾ 5 minute ഇരിക്കുമ്പോൾ വി വിൽ സിറ്റ് വിത്ത് അവർ ഓൺ തോട്ട്സ്. ആ തോട്ട്സിൻ്റെ നമ്പർ കുറയും. ഒരു മിനിറ്റിൽ ഒരു 1000 തോട്ട്സ് വരികയാണെങ്കിൽ where do you find the clarity? You will not find the clarity. എസ്പെഷ്യലി നെർവസ് സിസ്റ്റം ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡിലായിരിക്കും. സർവൈവലിലുള്ള ആൾക്കാർക്ക് എപ്പോഴും അലേർട്ടായിരിക്കും. ഞാൻ സേഫ് ആണോ, സെക്യൂർ ആണോ, സ്റ്റേബിൾ ആണോ, ഇതെങ്ങനെ ചെയ്യും, അതങ്ങനെ ചെയ്യും. തോട്ട്സ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. സോ അവർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഐ വുഡ് ഹൈലി സജസ്റ്റ് ടു ദോസ് പീപ്പിൾ ടു സിറ്റ് വിത്ത് ദംസെൽഫ് ഫോർ 5 to 10 minutes, ക്ലോസ്ഡ് ഐസ്. ജസ്റ്റ് ലിസൺ ടു യുവർ ഓൺ തോട്ട്സ്, ലിസൺ ടു വാട്ട് യു ആർ സ്പീക്കിംഗ് ഇൻസൈഡ്. അത് കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ആദ്യം കുറച്ച് പാടായിരിക്കും. ആ തുടക്കത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ത്രൂ ചെയ്യൂ. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇരുന്ന് കഴിയുമ്പോൾ തോട്ട്സ് മെല്ലെ മെല്ലെ റിഡ്യൂസ് ആവുന്ന കാണാം. 1000 തോട്ട്സ് ഉള്ളത് 500 ആവും, 500 ഉള്ളത് 400 ആവും, 400 ആകുമ്പോൾ 200 ആവും. അപ്പോൾ തോട്ട്സ് മാറി കഴിയുമ്പോൾ ക്ലാരിറ്റി കൂടുതൽ നമുക്ക് കിട്ടും. ആ ക്ലാരിറ്റിയുള്ള സ്പേസിൽ നിന്ന് ഡിസൈഡ് ചെയ്യൂ എനിക്ക് എന്താ വേണ്ടതെന്ന്. കുറച്ച് നാൾ ബ്രേക്ക് എടുത്തോളൂ. ബ്രേക്ക് എടുക്കുന്നതിന് എന്താ പ്രശ്നം? ലൈഫിൽ എപ്പോഴും നമുക്കൊരു കാറിനാണെങ്കിലും എന്തിനാണെങ്കിലും മെയിൻ്റെനൻസ് വേണ്ടേ? ഒരു ബ്രേക്ക് എല്ലാത്തിനും ആവശ്യമുണ്ട്. ബ്രേക്ക് എടുത്തോളൂ, ടേക്ക് സം ടൈം. ഓർ ബ്രേക്ക് എടുക്കാൻ സമയമില്ലെങ്കിൽ 5 minute ടൈം സ്പെൻഡ് ചെയ്യൂ. ഗെറ്റ് ദ ക്ലാരിറ്റി ഓഫ് വാട്ട് യു വാണ്ട്, ദെൻ ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവരാണ്. ഏതർ PCOD ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ലൈക്ക് മെൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം. കറക്റ്റ്. പണ്ട് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചിരുന്ന ഒരു കാര്യം ഇപ്പം എല്ലാവരും ത്രൂ മെഡിസിൻ, ത്രൂ IVF, ത്രൂ എ ലോട്ട് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും ഒരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ ഇത് ഏത് ചക്ര റിലേറ്റഡ് ആയിരിക്കാം, ആൻഡ് വാട്ട് കെൻ ദേ ബേസിക്കലി ഡു? ബിക്കോസ് ഐ ഫീൽ എല്ലാവരും വളരെ ഈ ഒരു ഏരിയയിൽ വളരെ ആങ്ഷ്യസ് ആണ്. അതായത് അതെ, എവറിബഡി ഹാസ് എ ഷെയിം അറൗണ്ട് ദോസ് ഏരിയ. അതായത് പിന്നെ പേടിയാണ്, അതായത് നമുക്ക് കുഞ്ഞുണ്ടാവില്ലേ എന്നുള്ളതാണ് പേടി. അതെ, അങ്ങനത്തെ ഒരു പേടി എല്ലാവരിലും നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് ഏതൊരു ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കാം? ഷിബ്ല, ഈ പേടി തന്നെയാണ് ഫിയറിനെ ഗവൺ ചെയ്യുന്ന എവിടെയാണ് നമ്മൾ സംസാരിച്ചത്? മൂലാധാര ചക്രയാണ്. ഈ കോൺസ്റ്റന്റ് ഫിയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് ഇംബാലൻസ് ആവും, അല്ലേ? ഓവർ തിങ്കിങ്ങിൽ നമുക്ക് ഹോർമോൺസ് ഇംബാലൻസ് സ്ത്രീകളിലും ഉണ്ടാവും. അത് നാച്ചുറലി ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ആണുങ്ങൾക്കും അത് പ്രശ്നമാണ്. കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തില്ല, അങ്ങനത്തെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്കാണെങ്കിലും ഈ PCOD, PCOS പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ മെയിൻ പ്രശ്നം ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ മെയിൻ പ്രശ്നം ഓവർ തിങ്കിങ് ആണ്. സ്ത്രീകൾ എപ്പോഴും ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓവർ തിങ്കിങ് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് again I am coming back to the importance of staying still, being silent, practicing pranayama and meditation. Start with 5 minutes. ആ ഹോർമോണൽസ് ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആയിക്കോളും. ഹോർമോണൽസ് ബാലൻസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഒക്കെ കിട്ടുമ്പോൾ നമുക്കറിയാം എവിടെ വർക്ക് ചെയ്യണം, നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് സ്റ്റെപ്പ് എടുക്കണം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ബേസിക്കലി സേക്രൽ ചക്രയിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചക്രയുടെ എവിടെയാണ് ലൊക്കേഷനുള്ള അവിടെയുള്ള ഏരിയയിലായ പ്രശ്നം. PCOD, PCOS റിലേറ്റഡ് ടു സേക്രൽ ചക്ര ആസ് വെൽ ആസ് മൂലാധാര. ഈ 2 ചക്രകളിലാണ് ആ പ്രശ്നം ഉണ്ടാവണേ. അത് ഓവർ ആക്റ്റീവോ അണ്ടർ ആക്റ്റീവോ ആവാം. അത് ഓവർ ആക്റ്റീവ് ആയാലും പ്രശ്നമാണ്. ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹു ആർ എസ്പെഷ്യലി ടീൻസ് ഹു ആർ റിയലി അഡിക്റ്റഡ് വിത്ത് ദ പോൺ വീഡിയോസ്, റൈറ്റ്? അവർ ഓവർ ഡൂ ചെയ്തിട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ്
ഓവർ ആക്റ്റീവ് ഓഫ് സൈക്കിൾ ചക്ര അതിനൊരു ബാലൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലഷർ ഇസ് ബ്യൂട്ടിഫുൾ, വി ഹാവ് ടു എക്സ്പീരിയൻസ് ലൈഫ് ആസ് ഇറ്റ് ഇസ്. പക്ഷേ ഒന്നും ഓവർ ഡൂ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് നമ്മളെ കമ്മിങ് ജനറേഷൻ ഒത്തിരി മൈൻഡിനെ ഒത്തിരി കൂടുതൽ സ്പോയിൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു കമ്മിങ് ജനറേഷൻ കൂടുതൽ ഓവറായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ട് വി ആർ ഓവർ ഡൂയിങ് ഇറ്റ്. ബേസിക് തിങ് വിച്ച് വി അതിന് വേറെ നമുക്ക് വലിയ എക്യുപ്മെന്റ്സ് ഒന്നും വേണ്ട. Equipments വേണ്ട. നീഡ് സം ടൈം വിച്ച് വി ആക്ച്വലി ഹാവ്. 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി നീക്കി വെക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഇപ്പം പറഞ്ഞപ്പം അതിൻ്റെ കൂട്ടത്തിൽ അഡിക്ഷൻ എന്നുള്ള ഒരു ഇത് വന്നു. അതും ഇന്നൊരു വലിയ ഇഷ്യൂ ആണ്. Correct. അത് എന്താണ്, എന്തെങ്കിലും ഓവർ ആക്റ്റീവ് ആവുന്നതാണോ അതോ അണ്ടർ ആക്റ്റീവ് ആവുന്നതാണോ? ഏത് ചക്രയെങ്കിലും റിലേറ്റഡ് ആണോ ഇതുമായിട്ട്? Yes, it is connected with the sacral chakra because it is related with attachment. അറ്റാച്ച്മെൻറ്റും അഡിക്ഷനും goes hand in hand. ഇപ്പോൾ ഒരാൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഒരാളായിട്ട് എന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ എന്തിനോടെങ്കിലും അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഉറപ്പായിട്ടും എന്തിനെങ്കിലും അഡിക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഇസ് ഫോർ ഡാം ഷോർ. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ നമുക്ക് സൈക്കിൾ ചക്രയിലാണുള്ളത്. അപ്പോൾ സൈക്കിൾ ചക്ര ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അഡിക്ഷനും കുറഞ്ഞോളും. ഇറ്റ്സ് ലൈക്ക് ഹൗ ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഗോസ് ഇൻ ഹാൻഡ്. അതേപോലെ തന്നെ അറ്റാച്ച്മെൻറ്റും അഡിക്ഷനും ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. ലൈഫിൽ ഒരാളോടായിക്കോട്ടെ അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക, സാധനങ്ങളോടായിക്കോട്ടെ ഒരു ഐഡിയയിലായിക്കോട്ടെ, എന്തിനാണെങ്കിലും നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അഡിക്ഷൻ ഉണ്ടാകും. ഇറ്റ് കുഡ് ബി ലൈക്ക് സ്മോക്സ്, ഓർ ഇറ്റ് കുഡ് ബി ലൈക്ക് ഡ്രിങ്ക്സ്, ഓർ ഇറ്റ് കുഡ് ബി ലൈക്ക് സംതിങ് എൽസ്. എന്തിലെങ്കിലും ഷോപ്പിംഗ് അഡിക്ഷനുള്ള ആൾക്കാരുണ്ട്, ഫുഡ് അഡിക്ഷനുള്ള ആൾക്കാരുണ്ട്. ബിക്കോസ് അവർക്ക് ലൈഫിൽ എന്തോ വോയിഡ് ഫീൽ ചെയ്യുന്നുണ്ട്, സംതിങ് ഈസ് മിസ്സിങ്. അപ്പോൾ അത് അവർ ഫില്ല് ചെയ്യുന്നതാണത് എക്സ്റ്റേണൽ ആയിട്ടൊരു കാര്യമെന്ന്. പക്ഷെ അത് അവർക്ക് അറിയില്ല ഇവൻച്വലി അത് അവരെ ഹാം ചെയ്യുന്നുണ്ടെന്ന്. ദർ ഇസ് സം വോയിഡ് ദാറ്റ് പീപ്പിൾ ഫീൽ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ പുറത്തുനിന്ന് അവർ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് അവർ അതിനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട്. സോ ദേ ഗെറ്റ് ഇൻസ്റ്റൻറ്റ് റിലീഫ്. പക്ഷേ അത് ലോങ് ടേം ഷിബ്ല ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്. അവർ മെല്ലെ മെല്ലെ അവരുടെ ഹെൽത്തിന്, മെൻ്റൽ ഹെൽത്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്ത് അവരെ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൈക്കിൾ ചക്ര, എസ്പെഷ്യലി ക്ലാരിറ്റി. തേർഡ് ഐ ഷിബ്ല, ക്ലാരിറ്റി ഈസ് എവറിത്തിങ്. ഡിസിഷൻ എടുക്കണമെങ്കിൽ, ക്ലിയർ ഡിസിഷൻ എടുക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് ക്ലാരിറ്റി. അതിന് വേണ്ടിയിട്ട് തേർഡ് ഐ ചക്ര ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി റിലേഷൻഷിപ്പിൽ എപ്പോഴും വരുന്നതാണ് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാ സമയത്തും കറക്റ്റ് റെഡ് ഫ്ലാഗ് നോക്കി ചൂസ് ചെയ്യുക. ഒരുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഇറ്റ്സ് ജസ്റ്റ് അനദർ പേഴ്സൺ വിത്ത് ദ സെയിം കൈൻഡ് ഓഫ് ക്യാരക്ടർ യു ആർ ചൂസിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പോൾ ഇങ്ങനത്തെ ലൂപ്പിൽ പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഏതർ ദേ ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട് ഫ്രം ടോക്സിക് റിലേഷൻഷിപ്പ് ഓർ ദേ ആർ ചൂസിങ് ദ റോങ് പാർട്ട്ണർ 10 times. അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് പറയാം ഷിബ്ല. നമുക്ക് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ പേരൻസിനെ പോലെ ആയിരിക്കും. അതായത് എൻ്റെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഴ്സൻ്റെ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ സ്മോക്ക് ചെയ്യുന്നില്ല, ഡ്രിങ്ക് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്. ആ കുട്ടി മോസ്റ്റ്ലി സ്മോക്ക് ചെയ്ത ഡ്രിങ്ക് ചെയ്യാത്തൊരു ചെക്കനെ ആയിരിക്കും ചൂസ് ചെയ്യുക. കുടിക്കുന്ന ഒരാളെ ചൂസ് ചെയ്യില്ല. കാരണം എന്താ, അത് ചിലപ്പോൾ അൺഹെൽത്തി ആയിട്ട് തോന്നും. പക്ഷേ കുടിക്കുന്നതോ വലിക്കുന്നതോ ആയിട്ടുള്ള ഒരു അച്ഛനോ അല്ലെങ്കിൽ പേരൻറ്റോ ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി അത് പ്രശ്നമായിരിക്കില്ല വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് ആസ് വെൽ. സോ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും ബേസിക്കലി ചൂസിങ് ആർ ഓപ്പോസിറ്റ് സെക്സ് പാരന്റ് ആസ് ആർ പാർട്ട്നർ. നമുക്ക് പേരൻസിൽ നിന്ന് കിട്ടുന്ന പേരൻസിൻ്റെ നിന്ന് കിട്ടുന്നുള്ള ഇന്നർ ചൈൽഡ് വൂണ്ടിങ് ഇല്ലേ, അത് നമ്മളൊരു പാർട്ട്ണറിനെ അല്ല തപ്പുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ഫാദറിനെയോ ഒരു മദറിനെയോ തപ്പുന്നത്. ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അമ്മേനെ പോലത്തെ ഉള്ള ഒരു ആളെയായിരിക്കും ഏകദേശം അവർ തപ്പുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംഫർട്ടബിളാണ്. അത് എനിക്ക് അറിയുള്ളൂ. അതിന് ബിയോണ്ട് നമ്മൾ ഫസ്റ്റ് എപ്പോഴും നമ്മളുടെ അച്ഛനും അമ്മേനെയല്ലേ നമുക്ക് അറിയുന്നത്. സോ അവരാണ് നമ്മളെ ഐഡിയൽ. ഓക്കെ, അത് ഉള്ളിൽ പതിഞ്ഞു നമ്മൾ. അപ്പോൾ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളങ്ങനെ നോക്കുള്ളൂ. സോ അതിൽ നിന്ന് മാറ്റി ചിന്തിച്ചിട്ട് നമ്മൾ ക്ലാരിറ്റി ആയിരിക്കും. എക്സാക്ട്ലി വി ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ് പാറ്റേൺ. ഓക്കെ, നമ്മൾ ആ സെയിം പാറ്റേൺ നമ്മൾ ഒരിക്കലും ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുക. ഒരിക്കലും ഫാദർ വൂണ്ടിങ്ങിന് ഒരു ഫാദറിനെ എക്സ്പെക്ട് ചെയ്യരുത്. ആൻഡ് ആ ചൂസ് ചെയ്യുന്ന ആൾക്കും അത് പ്രഷറാണ്.
ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ ആണെങ്കിലും പാർട്ട്ണറിന് എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ എന്ത് വേണം എന്നെനിക്ക് ചൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് എന്ത് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ വേണം, എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയണ്ടേ. എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാതെ ഞാൻ എങ്ങനത്തെ പാർട്ട്ണറിനെ എങ്ങനെ ചൂസ് ചെയ്യാനാണ്? സോ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട് ഫ്രം വിത്തിൻ. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ്, ടോക്സിക് റിലേഷൻഷിപ്പ് നമ്മൾ അറിയാണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് നമ്മൾ പേരൻറ്റിങ് വൂണ്ട് നമ്മൾ ഹീൽ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ചൈൽഡ്ഹുഡ് വൂണ്ടിലും ട്രോമയിലൊക്കെ നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ യെസ്, സെയിം പാറ്റേൺ. ഓക്കെ, സോ നമ്മൾ ഇഫ് യു ഹാവ് ടു ചൂസ് ഡിഫറെൻറ്റ്, ദെൻ വി ഹാവ് ടു ഹീൽ ഫ്രം വിത്തിൻ. നമ്മൾ മോർ ക്ലാരിറ്റി. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി പാർട്ട്ണറെ ചൂസ് ചെയ്യുള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. നമ്മളെപ്പോഴും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ബോഡിയുടെ എനർജി എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ച് വിഭാഗം ആൾക്കാരെങ്കിലും ഇതിൻ്റെ ഒരു ലോജിക്, സയൻസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ എല്ലാ സമയത്തും വിചാരിക്കുന്നത് കുറച്ച് ഇല്ലോജിക്കൽ ആണെങ്കിലും നമുക്ക് പീസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ചെയ്യാം എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഫോർ ദോസ് ഹു വാണ്ട്സ് ടു നോ ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്, എങ്ങനെയാണ് യോഗ സയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ബിക്കോസ് യോഗ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സയൻസ് ആണ്. യോഗ ഇസ് എ സയൻസ്. സോ എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്? സോ as long as we have energetic body, as we mentioned, physical body പോലെ തന്നെ എനർജി സിസ്റ്റം ഉണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണോ? അത് ആക്ച്വലി നമുക്ക് ഫീലും ചെയ്യും അല്ലേ? വി ഹാവ് യെസ്. ഇപ്പം മൈൻഡ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയണു. ശരി, കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണില്ലേ? വേദന വരുമ്പോൾ ഇവിടെ ഒരു നെഞ്ചത്തൊരു വേദന വരുന്നില്ലേ? അല്ലേ? അത് നമുക്ക് തുറന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൈൻഡ് എവിടെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നെഞ്ച് വേദനിക്കുന്നു നമ്മൾ പറയുന്നില്ലേ കൈയോടെ വെച്ചിട്ട്, അല്ലേ? അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലാത്തത് അല്ലെങ്കിൽ ലോജിക്കലി നമുക്ക് കാണാൻ പറ്റില്ലാത്ത, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. സം തിങ്സ് വിച്ച് വി എക്സ്പീരിയൻസ്, സം തിങ്സ് വിച്ച് വി ക്യാൻ സീ. കാരണം ഈ എനർജിയൊക്കെ സട്ട്ലറാണ്. സോ നമ്മൾ ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഹ്യൂമൻ ലൈഫിൻ്റെ 5 ആസ്പെക്ട്സ് ഉണ്ട്. ഫിസിക്കൽ, മെൻറ്റൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ. ഈ 5 ആസ്പെക്റ്റ് കൂടുന്നതാണ് ദ ടോട്ടാലിറ്റി ഓഫ് ദ ലൈഫ് എക്സിസ്റ്റൻസിൻ്റെ. ഈ ഓവറോൾ വെൽബീയിങ്, ഇപ്പോൾ യോഗ ചെയ്യുമ്പോൾ ഓവറോൾ വെൽബീയിങ് ആണ് കിട്ടണതെന്ന് പറയണത് എന്തുകൊണ്ടാണ്? ഫിസിക്കൽ ബോഡിയിൽ മാത്രം നമ്മൾ ഫിറ്റാണ്, ബട്ട് മെൻ്റലി ഇമോഷണലി സ്റ്റേബിൾ അല്ല. നമുക്ക് ഓവറോൾ വെൽബീയിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിലെല്ലാ സൈഡിലും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട്, ബാലൻസ്, ദാറ്റ് വേർഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ ബാലൻസ്ഡ് ആയിട്ട് പോകുമ്പോഴാണ് വി ഫീൽ ദാറ്റ് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്. നമുക്ക് എന്ത് സിറ്റുവേഷനിലും പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്നതും, ലൈഫിനെ ട്രസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റുന്നതും, ലൈഫിനെ ഗിൽട്ടില്ലാതെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും, ഗിൽട്ടില്ലാതെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും, നമുക്ക് ലൈഫിൽ ടേക്ക് ആക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും, ഇതൊക്കെ ഒരു ബാലൻസാണ്. ഇതെല്ലാം ഒരേപോലെ കൊണ്ടുപോകണം. പ്രൊഫഷനും പേഴ്സണൽ ലൈഫും ഇറ്റ്സ് ലൈക്ക് എ ബാലൻസ്. പ്രൊഫഷൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പേഴ്സണൽ ലൈഫ് പോയി. പേഴ്സണൽ ലൈഫിൽ മാത്രം എൻജോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഓവറായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രൊഫഷണൽ ലൈഫിൽ പ്രശ്നമായി. സോ ലൈഫ് ഈസ് ആൻ ആർട്ട്, ഇറ്റ്സ് ലൈക്ക് എ ബാലൻസ്. അപ്പോൾ എല്ലാത്തിലും ബാലൻസ് വരുമ്പോൾ വി ഫീൽ കണക്റ്റഡ് ആൻഡ് ഹോൾസം. ഇനി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആൾക്കാർ എപ്പോഴും വരുന്നത് ഒരു പ്രീ കൺസീവ്ഡ് നോഷനുമായിട്ടാണ്. എന്തെങ്കിലും ഒരു മിത്ത് ഉണ്ട് ആൾക്കാർ വിചാരിക്കുന്നത് അബൌട്ട്, അങ്ങനെ എന്തെങ്കിലും അബൌട്ട് യോഗ? അബൌട്ട് യോഗ, അബൌട്ട് എനർജി, അങ്ങനെയൊക്കെ. യെസ്, അബൌട്ട് യോഗ എല്ലാവരും വിചാരിക്കുന്നത്, ഓ നമ്മൾ ഹെഡ് സ്റ്റാൻഡ് ചെയ്യുന്നു, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നു, തല ഇങ്ങനെ ചെയ്യുന്നു, ഫ്ലെക്സിബിളായിട്ട് കാല് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് യോഗ എന്നാണ്. നോ, യോഗ ഈസ് ഫോർ എവറിബഡി. എല്ലാവർക്കും ചെയ്യാം. ചിലർ പറയും യോഗ എനിക്ക് പറ്റുന്നല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല യോഗ, എനിക്ക് അത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് യോഗ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യണം എന്ന് പറയണത്. എനിക്ക് പേഷ്യൻസ് ഇല്ല, എനിക്ക് 5 മിനിറ്റ് പോലും ഇരിക്കാൻ വേണ്ടി പറ്റില്ല. അതെ, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് പറ്റില്ല എന്ന് പറയാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ ചെയ്യൂ യോഗ. എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ലൈഫിനെ മാറ്റണേന്ന് നമുക്ക് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യൂ. അതേ ഞാൻ പറയാറുള്ളൂ. അതാണ് ഒരു പ്രശ്നം എല്ലാവരും പറയണേ, എനിക്കിത് പറ്റില്ല, യോഗ എനിക്ക് പറ്റുന്ന കാര്യമല്ല. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് റിലിജിയൻ ആയിട്ടുള്ള ബേസ്ഡ് അല്ല. ഈവൻ ഇപ്പോൾ ചക്ര സിസ്റ്റം ആണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ സാൻസ്കൃത് പറയുകയും ഓം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്കൊരു വിചാരമുണ്ട് ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് റിലീജിയൻ അല്ലേ. നിങ്ങൾ ഓം പറയണ്ട. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണോ അതിനെ ചേഞ്ച് ചെയ്യാനുള്ളതല്ല യോഗ. നമ്മളുടെ ഉള്ള ബിലീഫ് സിസ്റ്റത്തിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ആരെയും മാറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിളായ രീതിയിലുള്ള എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം. ഓം പറയണ്ട, സാൻസ്ക്രിറ്റ് പറയണ്ട, ഇംഗ്ലീഷിൽ സംസാരിച്ചോളൂ,
പ്രാക്ടീസസ് നിങ്ങൾക്ക് പറ്റുന്ന പ്രാക്ടീസ് ചെയ്യൂ. സി, ടേക്ക് വാട്ട് ഈസ് ഗുഡ് ഫോർ യു, ടേക്ക് വാട്ട് ഈസ് വർക്കിംഗ് ഫോർ യു. ഏറ്റവും ആൾക്കാരിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്ത് വർക്ക് ചെയ്യുന്നു, ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ യു കണ്ടിന്യൂ. ആൾക്കാരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾക്കത് വർക്ക് ചെയ്യുന്നു. ഒരു ചെറിയ ക്രിസ്റ്റൽ നോക്കിയിട്ട് ഓക്കെ ഞാൻ ക്രിസ്റ്റൽ പിടിച്ചു കഴിഞ്ഞിട്ട് എനിക്കിത് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കല്ല് പിടിച്ചിട്ട് എനിക്കിത് വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാർ എന്നെ ചിലപ്പം പറയായിരിക്കും, കളിയാക്കുമായിരിക്കാം. ആയിക്കോട്ടെ, ഇഫ് ദിസ് ഇസ് വർക്കിംഗ് ഫോർ യു, ഞാൻ എക്സാമ്പിൾ പറയാം, വാട്ട് എവർ ഈസ് വർക്കിംഗ് ഫോർ യു, prayers are working, meditation is working, simply walking is working for you. If it's working for you, go for it. Continue doing that. വേറെ ആരെയും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. ആക്ച്വലി ഇനിയും ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന ആൾക്കാരിൽ കുറച്ച് പേർക്കല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ചെങ്കിലും ഇതിൽ നിന്നൊരു ടേക്ക് അവേ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡായി ഒന്നും ഇതിൽ സംസാരിച്ചിട്ടില്ല. ചക്രാസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മൾ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിത് ഭയങ്കര നല്ലൊരു കോൺവെർസേഷനായിട്ട് തോന്നി. അപ്പോൾ എന്താണ് ശരിക്കും പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത് സോനുവിന്? യെസ് ഷിബ്ല, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, യു ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഷുഡ് റിയലൈസ് ദാറ്റ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ ദാറ്റ്. നമ്മൾ 24 hours എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്നുണ്ട്. അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്നതുകൊണ്ടാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? വി ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, ചെറിയൊരു ലൈഫ് സ്റ്റൈൽ റുട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യൂ. രാവിലെ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വെള്ളം കുടിക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുന്ന ഒരു ഫസ്റ്റ് 20 minutes, മോർണിംഗ് ഫസ്റ്റ് 20 minutes ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ സെൽഫ്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും കൊടുത്തോളൂ. ബാക്കി 24 മണിക്കൂറിൽ 20 minute ഒഴികെ ബാക്കി ആർക്കെങ്കിലും കൊടുത്തോളൂ. യു വിൽ നോട്ട് റിഗ്രറ്റ്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു, ദിവസത്തിൽ തുടക്കം നമുക്ക് സമയം കൊടുത്തു. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തന്നെ പ്രൂവ് ചെയ്യുന്നൊരു ഒരു കാര്യമാണ്. നമ്മളെ കണ്ട് നമ്മളെ കിഡ്സ് ആണെങ്കിലും ഫ്യൂച്ചർ ജനറേഷൻ ആണെങ്കിലും ദേ വിൽ ഓൾസോ ലേൺ. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഗിവ് ഇറ്റ് ടു യുവർ സെൽഫ്. ദാറ്റ് 20 minutes ഇസ് ഗുഡ് ഇനഫ്. ഒന്നുമില്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് സിറ്റിംഗ് സിംപ്ലി. കണ്ണടച്ചിരിക്കൂ. ഇനി നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ മൂവ് ചെയ്യൂ. എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യണമെന്നില്ല. ഒരു ദിവസം ഒരു 5 minute കണ്ണടച്ചിരുന്നോളൂ, അല്ലെങ്കിൽ 20 minutes കണ്ണടച്ചിരുന്നോളൂ. നിങ്ങൾക്ക് എത്രയാണ് പറ്റുന്നത് അതിൽ തുടങ്ങൂ. രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് മൂവ് ചെയ്യാനാണ് തോന്നുന്നെങ്കിൽ വാക്ക് ചെയ്ത് തുടങ്ങൂ. നടക്കാനാണെങ്കിൽ നടന്ന് തുടങ്ങൂ. ഓടാനാണെങ്കിൽ ഓടൂ. രാവിലെ ഡാൻസ് ചെയ്യൂ. നല്ലൊരു ബുക്ക് 20 minute വായിക്കണമെങ്കിൽ വായിക്കൂ. നല്ല ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നറിഷ് ചെയ്യാനായിട്ട് ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യൂ. ആദ്യത്തെ 20 minute നമ്മളുടെ മനസ്സിനെയോ നമ്മളുടെ ശരീരത്തിനെയോ നമ്മളുടെ ഇമോഷനെയോ ഹെൽത്തി ആയിട്ട് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് എന്തെങ്കിലും ചെയ്യൂ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫോം യുവർ ലൈഫ്. ഒരു ദിവസം ചെയ്യുമ്പോൾ നമ്മളറിയില്ല, 2 ദിവസം ചെയ്യുമ്പോൾ നമ്മളറിയില്ല, 1 week ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കൊരു സെൽഫ് ലവ് വന്ന് തുടങ്ങും. തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങും. നമ്മളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1 മാസം ചെയ്ത് നോക്കൂ. 30 days യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ചേഞ്ച്. യു ആർ ഗിവിങ് ദാറ്റ് സ്മോൾ ടൈം 5, 10, 20 minutes. ഒരു 30 ദിവസം ചെയ്യുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ടാവും. 2 മാസം 60 days ചെയ്യുമ്പോൾ അതിലും വലിയ വ്യത്യാസം ഉണ്ടാവും. 3 മാസം ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആളെ മാറിപ്പോയിണ്ടാവും. നിങ്ങൾക്കുള്ള ബിലീഫ് സിസ്റ്റം, നിങ്ങളെപ്പറ്റി തന്നെയുള്ള ധാരണ മൊത്തത്തിൽ അങ്ങനെ മാറും. നമ്മൾ ഒത്തിരി സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ വി വിൽ fall in love with life again. That is something really beautiful and wonderful. Start with small steps, take baby steps, then eventually you will see the result. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനിയും ഒരുപാട് പേരുടെ ലൈഫിനെ ടച്ച് ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പേർക്ക് ഹീൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, Shibla, for having me here once again. It was really a wonderful conversation with you. ഇനിയും പുതിയ എന്താ പറയുക ടോപ്പിക്സും പോഡ്കാസ്റ്റും ഒക്കെ ആയിട്ട് ഷിബ്ലയുടെ ലൈഫിലും ഒത്തിരി ഹൈറ്റ്സ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ.